السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തു തൗബയിലെ 23-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദൂ ആബാഅക്കും വഇഖ്വാനക്കും ഔലിയാഅ ഇൻ ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ ومن يتولهم منكم فأولئك هم الظالمون. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ തത്തഖിദൂ ആബാഅക്കും വഇഖ്വാനക്കും ഔലിയാഅ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഉറ്റ ബന്ധമുള്ളവരായിട്ട് ഔലിയാക്കളായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്. ഇനിസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ, അവർ ഈമാനിനേക്കാൾ കുഫ്റിന് പ്രാധാന്യം കൊടുക്കുന്ന, കുഫ്റിനോട് ഇഷ്ടമുണ്ടാകുന്ന ആളുകളാണ് എങ്കിൽ, അഥവാ അവർ കുഫ്റിൻ്റെ ആളുകളാണ് എങ്കിൽ, ഒരു വ്യക്തിയോട് ഏറ്റവും അടുത്തിട്ടുള്ള മാതാപിതാക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും അവരെ ഈ വലായത്തിൻ്റെ ബന്ധം, വലായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വലായത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അൽ മഹബ്ബത്ത് വൻ നുസ്ര എന്നാണ്. അതായത് ഒരാളുടെ ഉറ്റമിത്രമാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനോട് അങ്ങേയറ്റത്ത് ഇഷ്ടമുണ്ടാകലും അതുപോലെ തന്നെ സഹായിക്കലുമാണ്. ആ രീതിയിൽ ഒരു ബന്ധം, അത് നിങ്ങളുടെ ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ സഹോദരങ്ങളാവട്ടെ, അതാണല്ലോ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അടുത്തുണ്ടാവുന്ന ബന്ധം. അവർ കുഫറിന് പ്രാധാന്യം കൊടുക്കുന്ന കുഫറിൻ്റെ ആളുകളാണ് എങ്കിൽ അവരോട് പോലും ഈ ഈ ഒരു ബന്ധം ഉണ്ടാകരുത്. വമൻ യതവല്ലഹും മിൻകും, ആരാണോ അവരുമായിട്ട് ഈ ഒരു സ്ഥാപിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ, ഫഉലൈക ഹുമുദ് ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പല ആയത്തുകളിലും സൂചിപ്പിച്ച കാര്യമാണ് വലാ ബറാ എന്നുള്ളത്. അവിടെ രക്തബന്ധമാണോ എന്നോ അല്ലെങ്കിൽ അയൽപക്ക ബന്ധമാണോ എന്നോ എന്നതല്ല അതിൻ്റെ അടിസ്ഥാനം. അത് ഈമാനികമായിട്ടുള്ള ബന്ധം, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളുള്ള ആളുകളാണോ അല്ലയോ എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഇതിൻ്റെ അടിസ്ഥാനം ഒരിക്കലും മാതാപിതാക്കൾ കാഫിരീങ്ങളാണെങ്കിൽ അവരോട് അവർക്ക് ചെയ്യേണ്ട ബാധ്യതകൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അയൽവാസികൾ കാഫിരീങ്ങളാണെങ്കിൽ അവരോട് അയൽപക്കമെന്ന് സ്ഥാപിക്കാൻ പാടില്ല എന്നല്ല. മാതാപിതാക്കളോടുള്ള കടമ, ഇപ്പോൾ ഒരു മകൻ കാഫിറാണെന്ന് വിചാരിക്കുക, ഉമ്മയുപ്പയൊക്കെ കാഫിറാണ്, ആ മകൻ ഈമാൻ സ്വീകരിച്ചു, ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായി, അവന് ഉമ്മാനോട് ഉപ്പാനോടുള്ള ബാധ്യത കൂടുതൽ നിർബന്ധമാകുകയാണ്. അവിടെ അവനവൻ്റെ ഉമ്മാനോട് ഭൗതികമായിട്ടുള്ള ഫിദ്ദുന്യ മഅറൂഫ, ഭൗതികമായിട്ടുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിലെല്ലാം ഏറ്റവും നല്ല രീതിയിൽ അവരോട് പെരുമാറണം. ഇതിന് സഹാബികൾ നമുക്ക് മാതൃകയാണ്. ഇപ്പോൾ സഅദ് ബിൻ അബി വഖാസ് ആവട്ടെ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആവട്ടെ, 3 വർഷക്കാലമാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ ഉമ്മ പൂട്ടിയിട്ടത് പുറത്തു പോകാതെ, കാരണം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ. എന്നിട്ട് പോലും ഒരിക്കൽ പോലും ആ ഉമ്മയോട് മോശമായി പെരുമാറുകയോ ആ ഉമ്മയെ ഉപദ്രവിക്കുകയോ ഒന്നും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റു പല സഹാബികളും, ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പുണ്യം ചെയ്യുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. സ്വഹാബികൾ നമുക്കതിന് മാതൃകയുണ്ട്. പക്ഷേ അവർ കുഫ്റിൻ്റെ ആളുകളാണ് എങ്കിൽ അവരുമായിട്ട് ഈ തരത്തിലുള്ള ആദർശപരമായിട്ടുണ്ടാകുന്ന ഹൃദയബന്ധമുണ്ടാകുന്ന മഹബത്തിൻ്റെയും നുസ്രത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ വീണ്ടും പറയാം. അപ്പോൾ ഒരുപാട് ആയത്തുകൾ സത്യവിശ്വാസികളെ വിളിച്ച് അല്ലാഹു തആല ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത ആയത്തിൽ ഇതൊന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത്. ഇതിന് ശേഷം പറയുന്നത് അതിലെന്താ അല്ലാഹു പറയുന്നത്? ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها
അള്ളാഹു തആല ചില കാര്യങ്ങൾ എണ്ണി പറയാണ്. ഒന്ന്, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പാദ്യം, നിങ്ങളുടെ കച്ചവടം, അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനം. ഈ 8 കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, ഇവർ അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാവുകയാണ് എങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാവുകയാണ് എങ്കിൽ, ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനം കൊണ്ടുവന്ന് തരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ ഈ ആയത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ചില മുഫസ്സിരീങ്ങൾ കൊടുക്കുന്നത് ഇത് ഹിജ്റയുടെ സമയത്ത് മുഹാജിരീങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് എന്നാണ്. കാരണം ഹിജ്റ ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പന ഇറങ്ങിയ സമയത്ത് ചില ആളുകളെ ഹിജ്റ ചെയ്യാൻ തടസ്സമായി നിന്ന കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതായത് അവരുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, കുടുംബം, കച്ചവടം, വീട് എന്നീ കാര്യങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടും എന്നുള്ള നിലക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇതെന്ത് ഒഴിവായി കഴിഞ്ഞാൽ ഇതെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്ന നിലക്ക് അവർ ഹിജ്റയിൽ പോകാതെ നിന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അതിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. കാരണം അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണമായിരിക്കണം മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് എന്ന ഈ ആയത്ത് ആ വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്നും ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. അപ്പോൾ 23-ാമത്തെ ആയത്തിൽ ഈ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യം, ആരാണെങ്കിലും എത്ര അടുത്ത രക്തബന്ധമുള്ള ആളാണെങ്കിലും കുഫറിലാണോ ആ ഒരു അകൽച്ച നമുക്കുണ്ടായിരിക്കും. എത്ര അകന്ന ആളാണ്, നമ്മൾ കണ്ടിട്ടേ ഇല്ല, നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷേ ഈമാനിന്റെ പേരിലുള്ള ബന്ധം നമുക്ക് എപ്പോഴും ഒരുപോലെ ഉണ്ടാകും. അതാണ് ഇതിൽ പറയുന്നത്. അടുത്ത ആയത്ത് സൂറത്തു തൗബയിലെ തന്നെ 28-ാമത്തെ ആയത്താണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ وإن خفتم عائلة فسوف يغنيكم الله من فضله إن شاء إن الله عليم حكيم. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം ഹിജ്റ കഴിഞ്ഞ 9-ാം വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ, മുഅ്മിനീങ്ങൾ, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് വരികയുണ്ടായി. ആ സമയത്ത് ആണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അലി റളിയല്ലാഹു ഈ ആയത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിയിക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്നിട്ട് അറിയിച്ചതാണ്. അപ്പോൾ ഈ മുശ്രിക്കീങ്ങൾ അവർ ഹജ്ജ് നിർവഹിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങൾ അവർ ഹജ്ജ് നിർവഹിക്കാറുണ്ടായിരുന്നു. അവർ നഗ്നരായി കഅബയെ തവാഫ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഹജ്ജിലെ തൽബിയത്തിൽ ചില വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ തൽബിയത്ത് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഹജ്ജ് നിർവഹിക്കുന്ന ആളുകളായിരുന്നു അവർ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് മുസ്ലിമീങ്ങൾ അവർ ഹജ്ജ് നിർവഹിക്കാൻ ഹിജ്റ 9-ാം വർഷം ചെന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പനയായിട്ട് ഈ ആയത്ത് ഇറക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കീങ്ങൾ നജസാണ്. നജസ് എന്ന് പറഞ്ഞാൽ ഹസ്സിയായിട്ടുള്ള, ബാഹ്യമായിട്ടുള്ള, നമ്മൾ കാഷ്ടവും മൂത്രം പറയുന്ന പോലെയല്ല, മഅനവിയായിട്ടുള്ള നജസാണ്. അതായത് ഷിർക്ക് എന്നുള്ളത് അവരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അവർ ബാത്തിനിൽ ഖൽബ് കൊണ്ട് നജസാണ്. തൗഹീദ് എന്നുള്ളത് ത്വഹാറത്താണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ അവർ ത്വഹാറത്തുള്ളവരാണ്. അപ്പോൾ അവർ നജസാണ്. ഈ തലക്ക് വിശ്വാസത്തിന്റെ പേരിൽ നജസാണ്. അല്ലാത്ത രീതിയിൽ നജസല്ല എന്ന് അറിയിക്കുന്ന പല കാര്യങ്ങളും വന്നതിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുൽ കിതാബുകാരായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടില്ല. അപ്പോൾ നജസാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഅനവിയായിട്ടുള്ള, അവർ വിശ്വാസത്തിന്റെ പേരിൽ നജസുകളാണ്. ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ, ഈ വർഷത്തിന് ശേഷം ഹറമിന്റെ മസ്ജിദുൽ ഹറമിലേക്ക് മുശ്രിക്കീങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന ഇറക്കാൻ. ഇത് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അത് ഉംറയുടെയും ഹജ്ജിന്റെയും സമയത്ത് മുശ്രിക്കീങ്ങൾ വരാൻ പാടില്ല, നഗ്നരായിക്കൊണ്ട് അവർ തവാഫ് ചെയ്യാൻ പാടില്ല, അവർ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന്. ചില ഇമാം മാലിക് പോലെയുള്ളവർ ഒന്നുകൂടിയും കൂടുതലായിട്ട് പറഞ്ഞത് എല്ലാ മസ്ജിദിനും ബാധകമാണ് ഇത് എന്നാണ്. ഒരു മസ്ജിദിലേക്കും പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന നിലക്കാണ്. എന്നിരുന്നാലും ഈ ഹറമിന്റെ പരിധിയിലേക്ക് അവരെ പ്രവേശിപ്പിക്കരുത് എന്ന നിലക്കാണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്.
അപ്പോൾ അവരെ പ്രവേശിപ്പിക്കരുത് ഈ വർഷത്തിന് ശേഷം. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജ് നിർവഹിച്ച ഹിജ്റ 9-ാം വർഷത്തിന് ശേഷം ഇനി അവർ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കരുത് എന്ന നിലക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വൈൻ ഖിഫ്തുൻ ഐലതൻ, ഇനി അവര് വന്നില്ല എന്നതുകൊണ്ട്, അവരിവിടെ ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾ ദാരിദ്ര്യം ഭയപ്പെടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അതായത് അവർ മുഖേന നടക്കുന്ന കച്ചവടങ്ങൾ ഉണ്ടാകാം, അവർ മുഖേന ഉണ്ടാക്കുന്ന ഭൗതികമായിട്ടുള്ള മറ്റു പല ക്രയവിക്രയങ്ങളും ഉണ്ടാകാം, അപ്പൊ അതെല്ലാം നിന്നു പോകുമല്ലോ എന്ന നിലക്ക് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലിഹി ഇൻഷാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വരും കാലത്ത് അള്ളാഹു നിങ്ങൾക്ക് വലിയ ഐശ്വര്യം, ധന്യത, അവരുടെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹു നൽകുന്നതാണ് അവന്റെ ഔദാര്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ അലീമുൻ ഹക്കീമുൻ, അള്ളാഹു തആല അലീമാണ്, അറിവുള്ളവനാണ്, ഹക്കീമാണ്, ഹിക്മത്തോടു കൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ മുശ്രിക്കീങ്ങൾ എന്ന് ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ നജസാണ്, ഏറ്റവും വലിയ തിന്മയും ദുൽമുമാണ് ശിർക്ക് എന്നുള്ളത്. അപ്പൊ അത് ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളുകൾ അവരെ പരിശുദ്ധമായ ഹറമിന്റെ പരിധിയിലേക്ക്, കഅബയുടെ അടുക്കലേക്ക് അവരെ പ്രവേശിപ്പിക്കരുത് എന്ന കൽപ്പന ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയും പിറ്റേത്തെ വർഷം, അടുത്ത വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വരികയും ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷത്തോടു കൂടി മുശ്രിക്കീങ്ങൾ അവിടെ ഹജ്ജ് നിർവഹിക്കുന്നതും അവർ അവരുടേതായ ചില കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം വിരോധിക്കുകയും ഇനി അവരെ കൊണ്ടുണ്ടാകുന്ന ഭൗതികമായ ലാഭങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളതിൽ നിങ്ങൾ പേടിക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തിട്ടുള്ള ആയത്താണ് ഈ ആയത്ത്. അടുത്തത് സൂറത്ത് തൗബയിലെ 34-ാമത്തെ ആയത്താണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം ആളുകൾ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ബാത്തിലായ നിലക്ക്, ഹക്കായ നിലക്കല്ല, അഥവാ ദീൻ യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുത്തതിൻ്റെയോ ഒന്നുമല്ല, ദീനിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളുടെ ആവശ്യാർത്ഥം ഫത്വകൾ നൽകിക്കൊണ്ട് ആളുകളുടെ ആവശ്യാർത്ഥം ദീനിനെ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ നിലക്കെല്ലാം കള്ളമായ രീതിയിൽ ജനങ്ങളുടെ സമ്പത്ത് പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം ആളുകൾ തിന്നുന്നുണ്ട്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു, ഹക്ക് പറഞ്ഞു കൊടുക്കാതെ, ഹക്ക് എത്തിച്ചു കൊടുക്കാതെ. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ആരാണോ നിധിയായിക്കൊണ്ട് പൂഴ്ത്തിവെക്കുന്നത്, വലാ യുൻഫിഖൂനഹാ ഫി സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതെ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ധാരാളം പണ്ഡിത പുരോഹിതന്മാർ, അതിൽ അധിക പേർക്കും സംഭവിക്കുന്ന, അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അഥവാ ജനങ്ങളുടെ സമ്പത്ത് ബാത്തിലായ നിലക്ക് നേടിയെടുക്കാൻ വേണ്ടി, അത് ലഭിക്കാൻ വേണ്ടി ദീനിൽ അവർ തെറ്റായ രീതിയിൽ, ഇപ്പൊ ജനങ്ങൾ ചോദിക്കുന്ന എന്തെങ്കിലും ഫത്വകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ അവർക്ക് അനുയോജ്യമായി, അവരിൽ നിന്നുള്ള സാമ്പത്തികമായിട്ടും അല്ലാതെയുള്ള നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി അവർക്ക് അനുയോജ്യമായ രീതിയിൽ കിതാബിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ അല്ലാതെ അവർ മാറ്റിമറിക്കുന്ന അവസ്ഥ മുൻഗാമികളിൽ അഹ്ലു കിതാബുകാരിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതല്ല എങ്കിൽ ബാത്തിലായ രീതിയിൽ ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന പോലെ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും അത് മുഖേന ആ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ജനങ്ങളെ നയിക്കുകയും അത് മുഖേന ജനങ്ങളുടെ സമ്പത്ത് നേടുകയും അത് തിന്നു തീർക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ധാരാളം പണ്ഡിത പുരോഹിതന്മാർ ഉണ്ട് എന്ന് പറയാം. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം എന്താ? വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ഹക്കായ ദീനിൽ നിന്ന് അവർ ജനങ്ങളെ തടയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് അറിവുള്ള ആളുകൾ, അഥവാ കിതാബ് പഠിച്ചിട്ടുള്ള, ഖുർആൻ അറിയുന്ന, ഹദീസുകൾ പഠിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരിക്കലും അവർ അറിവില്ലാതെയാണ് നമ്മുടെ നാടുകളിലെല്ലാം കാണുന്നത് പോലെ ശിർക്കൻ പ്രവർത്തനങ്ങൾക്കും ബിദ്അത്തുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. സാധാരണക്കാരായ ആളുകളില്ല, അതായത് ഇതുപോലെയുള്ള പണ്ഡിത പുരോഹിതന്മാരെ വാക്ക് കേട്ടിട്ട് ജീവിക്കുന്ന സാധാരണക്കാരുടെ വിഷയമല്ല, അല്ലാതെയുള്ള ഇതിനെക്കുറിച്ചെല്ലാം അറിവുള്ള പണ്ഡിത പുരോഹിതന്മാർ അവരുടെ ആ സ്ഥാനവും അവരുടെ സമ്പത്തും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് ഈ ഹക്ക് പറഞ്ഞു കൊടുക്കാത്തത്, ജനങ്ങളുടെ ഹക്കിന് തടയുന്നത്. ബാത്തിലായ നിലയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പൊ
ഓരോ ദിവസം ഓരോ രീതിയിലാണ് ഓരോ തരത്തിലുള്ള ബിദ്അത്തുകൾ കാണുന്നത്, ശിർക്കൻ പ്രവർത്തനങ്ങൾ കാണുന്നത്, അതിലൂടെ അവർക്കുണ്ടാകുന്ന വരുമാനം കാണുന്നത്, സാമ്പത്തികമായ നേട്ടങ്ങൾ കാണുന്നത്, അതുകൂടെ ആളുകൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന പ്രശസ്തി കാണുന്നത്. പല രീതിയിലാണ്. ഓരോ ആൾക്കുണ്ടാവും പിന്നാലെ കൂടാൻ കുറെ ആളുകളും. ഓരോ ഇതുപോലെയുള്ള എത്ര പിഴച്ച വാദം പറഞ്ഞാലും, എത്ര വിവരക്കേട് പറഞ്ഞാലും, എത്ര വിവരമില്ലായ്മ പറഞ്ഞാലും അതിന്റെ പിന്നാലെ പോകാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല വേറൊരു കാര്യം കൂടി ആയത്തിൽ പറയാണ്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ, സ്വർണവും വെള്ളിയും അഥവാ സമ്പത്തിന്റെ അടിസ്ഥാനം നിൽക്കുന്നത് സ്വർണത്തിന്റെ മേലെയാണ്. അപ്പൊ സമ്പത്ത് എന്നുള്ളത് അതിനെ നിധി പോലെ പൂഴ്ത്തിവെക്കുകയാണ്. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല. പ്രധാന ഉദ്ദേശം സകാത്ത് കൊടുക്കാതെ, അതല്ലെങ്കിൽ അവന് നിർബന്ധമായിട്ടുള്ള അവന്റെ കുടുംബത്തിനും അവന്റെ വീട്ടുകാർക്കും മാതാപിതാക്കൾക്കും അതുപോലെയുള്ള ചെലവഴിക്കാതെ അവൻ എന്ത് ചെയ്യാണ്? സമ്പത്ത് പൂഴ്ത്തിവെക്കുകയാണ്, പ്രധാനമായും സക്കാത്തൊന്നും കൊടുക്കാതെ. അങ്ങനെയുള്ളവർക്ക് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യാം. അപ്പൊ സമ്പത്ത് എന്നുള്ളത് അതിന് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ചില ഹക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സക്കാത്ത് എന്നുള്ളത്. അത് കൃത്യമായി അതിൻ്റെ അളവിലും കാലത്തിലും ഹൗലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായി കണക്ക് കൂട്ടി അതിൻ്റെ എത്രയാണോ നൽകേണ്ടത് അത് നൽകിയാൽ മാത്രമേ അത് വീട്ടിൽ കിട്ടുള്ളൂ. അതല്ലാതെ അത് എടുത്തു വെക്കുന്നവർക്ക് വേദന ശിക്ഷ. ചില ഹദീസുകളിൽ കാണാം, അവൻ പൂഴ്ത്തിവെച്ച ഈ സമ്പത്ത് സ്വർണ്ണം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുദ്ര പോലെ തിളപ്പിച്ച് വെച്ചിട്ട് ചൂട് വെച്ചിട്ട് അമർത്തി വെക്കുന്ന പോലെ അവൻ്റെ മുതുകിലായി വെക്കുന്ന അവസ്ഥയിൽ പരലോകത്ത് ശിക്ഷയുണ്ടാകും എന്ന് കാണാം. ഈ ആയത്തിനെ ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് സഹാബികളുടെ കാലത്തുണ്ടായ ഒരു സംഭവമാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വളരെയധികം സാഹിദായിരുന്ന സ്വഹാബിയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഈ ആയത്ത് ഓതിക്കൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞു, അന്നന്നത്തെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ സ്വതക്ക കൊടുക്കാതെ എടുത്തു വെക്കണമൊക്കെ ഈ ആയത്തിൽ വിട്ടു പറഞ്ഞു. അന്നന്നത്തെ ഒരാൾ ചെലവ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അയാൾ എടുത്തു വെച്ചിട്ട് അയാൾ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ല, അങ്ങനെ എടുത്തു വെക്കുന്നൊക്കെ ഈ ആയത്തിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ ഇടയിൽ പറഞ്ഞു. അതിനത് ആളുകൾക്കിടയിൽ ഭയങ്കര ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഭയങ്കര ഒരു ഫിത്നയായിട്ട് മാറി. കാരണം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അന്നത്തെ ചെലവ് കഴിഞ്ഞ് എടുത്തു വെക്കണമൊക്കെ പിന്നെ നരകത്തിൽ ശിക്ഷയാവും എന്നുള്ളത്. ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനവും ആ ഒരു മഹത്വം കൽപ്പിച്ചുകൊണ്ട് തന്നെ മദീനയിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് റബത്ത എന്നുള്ള ഒരു പ്രദേശത്തേക്ക് അദ്ദേഹത്തെ മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ആയത്ത് അത്രയും ആഴത്തിലാണ് സ്വഹാബി മനസ്സിലാക്കിയത്. പക്ഷെ ഉദ്ദേശം സക്കാത്തൊന്നും നൽകാതെ സമ്പത്ത് പൂഴ്ത്തിവെക്കുന്ന ആളുകളുടെ അവസ്ഥയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ. ഒന്ന്, പണ്ഡിത പുരോഹിതന്മാർ അവർ പ്രമാണങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ സമ്പത്ത് തിന്നാൻ വേണ്ടി ബാത്തിലായ നിലക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. രണ്ട്, സമ്പത്തിന് സക്കാത്ത് നൽകി അതിനെ ശുദ്ധീകരിക്കേണ്ടതാണ് എന്നുള്ളത്. അടുത്ത ആയത്ത് സൂറത്ത് തൗബയിലെ 38-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, എന്താണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടൂ എന്ന് പറഞ്ഞാൽ, സാഖൽതും ഇലൽ അർളി, നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ അല്ലെങ്കിൽ അതിന് മടി കാണിക്കുകയാണോ? അർദീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറ, പരലോകത്തേക്കാൾ ദുനിയാവിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടു പോയോ? ഫമാ മതാഉൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ, ദുനിയാവിന്റെ വിഭവങ്ങൾ പരലോകവുമായി വെച്ച് നോക്കുമ്പോൾ വെറും നിസ്സാരമാണ് എന്ന് അല്ലാഹു തആല പറയാണ്. ഈ സൂറത്ത് തൗബയിലെ ആയത്തുകൾ അവസാനത്തിലെയും അതുപോലെ നടുഭാഗത്തുള്ള ചില ആയത്തുകളും ഒഴിച്ചു നിർത്തിയാൽ ഭൂരിഭാഗം ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് മദീനയുടെയും ദമസ്കസിന്റെയും ഇടയിലായിട്ടുണ്ടായിരുന്ന അന്നത്തെ ഷാമിന്റെ പ്രദേശത്തിൽപ്പെട്ട പ്രദേശമായിരുന്നു തബൂക്ക് എന്നുള്ളത്. അപ്പോൾ തബൂക്കിലേക്ക് അന്ന് റോമക്കാരുടെ കീഴിലായിരുന്നു ഷാമിന്റെ ആ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ റോമക്കാരും അതുപോലെ തന്നെ ചില അറബ് ഗോത്രങ്ങളിൽപ്പെട്ട ക്രൈസ്തവരും കൂടി മദീനയെ ആക്രമിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി. അങ്ങനെ തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ അറിയിച്ചു. ആ സമയം ഹുനൈൻ യുദ്ധം എല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ള ക്ഷീണത്തിലുള്ള സമയമാണ്. പോരാത്തതിന് ഭയങ്കരമായ ചൂടും മദീനത്ത് ഭക്ഷണ ലഭ്യത കുറവുമുള്ള സമയമാണ്. അതിനോടൊപ്പം തന്നെ ഈന്തപ്പനയുടെ കൃഷി വിളവെടുക്കുന്ന സമയവുമായിരുന്നു. ആ ഒരു സമയത്താണ് ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത്.
യുദ്ധത്തിൽ നിന്ന് ധാരാളം മുനാഫിഖീങ്ങൾ ഈ സമയത്ത് യുദ്ധത്തിന് പോകുന്നത് വിഡ്ഢിത്താണ് എന്നെല്ലാം പറഞ്ഞിട്ട് പല ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് റോമക്കാരുമായിട്ട് യുദ്ധം വന്നാൽ അവിടുത്തെ ഞങ്ങളുടെ വീട്ടിലാരുമില്ല, അതല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ കണ്ട് ഞങ്ങൾ ഫിത്നയിലാകും, അല്ലെങ്കിൽ വേറെ കുഴപ്പങ്ങളുണ്ട് പറഞ്ഞിട്ട് കുറേ മുനാഫിഖീങ്ങൾ പിന്തി നിന്നു. ചില മുഅ്മിനീങ്ങൾ പോലും ഇപ്പോൾ കഅബ് മാലിക് റളിയല്ലാഹു അൻഹു പോലെ അടുത്ത ആയത്തുകൾ വരുന്നുണ്ട്. കഅബ് മാലിക് റളിയല്ലാഹു അൻഹു പോലെ 3 സഹാബികൾ അവർ യുദ്ധത്തിന് പോകാതെ നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ആ യുദ്ധത്തിൽ ഒരുപാട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്ത് കൊടുത്ത യുദ്ധമാണ് തബൂക്ക് യുദ്ധം. 10,000-ഓളം ദീനാർ സ്വർണ്ണ നാണയങ്ങൾ, അതുപോലെ തന്നെ കുതിരകളും 300ഓളം ഒട്ടകങ്ങളോ അതുപോലെ കുതിരകൾ കൊടുത്തു. ഈ യുദ്ധത്തിനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പരസ്പരം മത്സരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു 4000 ദിർഹം കൊണ്ടുവന്ന് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു അതിലും കൂടുതൽ കൊടുത്തു. അപ്പോഴാണ് റസൂൽ തിരിച്ചു ചോദിച്ചത്, എന്താ വീട്ടിൽ ബാക്കി വെച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നും വെച്ചിട്ടില്ല, അള്ളാഹു റസൂൽ മാത്രമേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന്റെ പകുതി വീട്ടിലുണ്ട് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ എനിക്ക് തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊക്കെ ആ യുദ്ധത്തിലാണ്. അപ്പൊ അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ചില മുഅ്മിനീങ്ങളിൽ ഇതുപോലെ കൃഷിയുടെ വിളവെടുപ്പിന്റെ സമയമായിട്ടുണ്ട്, നല്ല ചൂടാണ്, കുറെ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചിലർ പിന്തി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അവരോട് അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർദ്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്ന രീതിയിലാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടൂ എന്ന് നിങ്ങളോട് കൽപ്പിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക്, ഇസ്താഖൽത്തും എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലേക്ക് കനം തൂങ്ങുക, അതായത് മടി പിടിച്ച് പിന്താങ്ങുകയാണോ, അതായത് പിൻവാങ്ങുകയാണോ, ഇറങ്ങി പുറപ്പെടാതിരിക്കുകയാണോ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, നിങ്ങൾ എന്തുകൊണ്ട് പുറപ്പെടുന്നില്ല എന്നിട്ട് ചോദിക്കാൻ അള്ളാഹു ഒരു ചോദ്യം, അറദീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറ, നിങ്ങൾ പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ദുനിയാവിൽ തൃപ്തിപ്പെട്ട അവസ്ഥയിലായിട്ടുണ്ടോ, പരലോകത്തേക്കാൾ ദുനിയാവിൽ തൃപ്തിപ്പെട്ട അവസ്ഥയിലായോ എന്നുള്ളത്. അഥവാ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗഖ്യമോ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങപ്പെട്ട് ലഭിക്കുന്ന പരലോകത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണോ? എന്തും ആവട്ടെ, ദുനിയാവ് മൊത്തം ലഭിക്കുമെന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ട് ഒരു ജിഹാദിന് പോകാൻ, യുദ്ധത്തിന് പോകാൻ പോയി കഴിഞ്ഞാൽ ഒരുവന് ദുനിയാവിലെ എല്ലാ സുഖസൗകര്യം കിട്ടും ലഭിക്കുക. എന്നാലും സ്വർഗത്തിന്റെ അടുത്ത് എത്തുമോ? ഇല്ല. എന്നാലും സ്വർഗത്തിന്റെ അടുത്ത് എത്താൻ പോകുന്നില്ല. അപ്പൊ അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ പരലോകത്തേക്കാൾ ദുനിയാവിന് നിങ്ങൾ തൃപ്തിപ്പെട്ടു പോയോ? എന്നിട്ട് പറയാണ്, ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയ ഫിൽ ആഖിറ ഇല്ലാ ഖലീൽ, ദുനിയാവിന്റെ വിഭവങ്ങൾ നിങ്ങൾ മൊത്തം എടുത്തു നോക്കിയാലും പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ അത് ഖലീലാണ്, വളരെ കുറവാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഹദീസുകൾ പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാൾ കടലിൽ വിരൽ മുക്കിയിട്ട് തിരിച്ചെടുത്താൽ അതിലെന്താണുള്ളത് അതാണ് ദുനിയാവ്, പരലോകം എന്നുള്ളത് ആ കടലാണ് എന്നുള്ളത്. ആകാശഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള, ആകാശഭൂമികൾ പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആകാശമല്ല, അതിനപ്പുറത്ത് 7 ആകാശങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത അത്രയും വിശാലമായിട്ടുള്ള ആ ആകാശഭൂമികളെക്കാൾ വലുപ്പമുള്ള സ്വർഗം, അവിടെയുള്ള അനുഗ്രഹങ്ങൾ അതാണോ വലുത്, അതോ നശ്വരമായിട്ടുള്ള ഈ ദുനിയാവിന്റെ ഈ വിഭവങ്ങളാണോ വലുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയും, അവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ എന്ത് മാത്രമേ ഉള്ളൂ? പരലോകം മാത്രമേ ഉള്ളൂ. അതായിരിക്കണം ലക്ഷ്യം. കാരണം അതാണ് നമുക്ക് ഉറപ്പുള്ളത്. നമുക്ക് ആകെ ഉറപ്പുള്ള ഒരു കാര്യം അതാണ്. അപ്പൊ ദുനിയാവിൽ എന്തൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, എപ്പോ ആണെങ്കിലും നഷ്ടപ്പെടാം. ഒരിക്കലും നമുക്കൊരു കാര്യം ഒരാൾ നൽകാമെന്ന് പറഞ്ഞാൽ അത് കിട്ടും എന്ന് ദുനിയാവിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ഇപ്പൊ ഒരാൾ പറയാണ്, നാളെ നിനക്ക് ഞാനൊരു 1 കോടി രൂപ തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സന്തോഷത്തിൽ നിൽക്കുകയാണ് വിചാരിക്കുക. അത് നാളെ കിട്ടും അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ളതിൽ ഒരു ഉറപ്പില്ലാത്ത ആൾക്കാരാണ് നമ്മള്. തരാ പറഞ്ഞ ആൾ മരിക്കാം, നമ്മൾ മരിക്കാം, അല്ലെങ്കിൽ ലോകം മൊത്തം ഇടിഞ്ഞു വീഴാം, എന്തുണ്ടാകാം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയും, നിലനിൽക്കുന്നതായിട്ട് ആകെയുള്ളത് പരലോകമാണ്, അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ, അപ്പൊ ഈ ഒരു ജിഹാദിന്റെ വിഷയത്തിലാണെങ്കിലും ഈ ദീനിന്റെ ഏത് കാര്യം അനുസരിക്കുന്നിടത്തും നമുക്ക് ദുനിയാവ് എന്താവരുത്, തടസ്സമായി തീരുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അത്രയും വലിയ നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്തു തൗബയിലെ 119-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സത്യവിശ്വാസികളെ, തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സിദ്ഖുള്ളവരോടൊപ്പം, സത്യസന്ധന്മാരോടൊപ്പമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞു സൂറത്തു തൗബ എന്നതിലെ ഭൂരിഭാഗം ആയത്തുകളും തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിയ ആയത്തുകളാണ്. ഈ ആയത്തും 119 ആയത്തും പരാമർശിക്കുന്നത് അതിന് തൊട്ടു മുമ്പ് ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളൊരു കാര്യത്തിനെ തുടർന്നുള്ളതാണ്. തൊട്ടു മുമ്പ് ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് വഅല ثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت എന്ന ആയത്ത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തബൂക്ക് യുദ്ധത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തബൂക്ക് യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യം, അതിന് പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ ധാരാളം മുനാഫിഖീങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആളുകൾക്കിടയിൽ വലിയ ഫിത്ന ഉണ്ടാക്കുകയും ചെയ്തു. കാരണം നല്ല ചൂടുള്ള സമയത്ത്, വളരെയധികം ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമമുള്ള സമയത്ത്, മദീനത്ത് ഈന്തപ്പന കൃഷി വിളവെടുക്കുന്ന സമയത്ത് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞു പരത്തി ഒരുപാട് ഫിത്നകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ മുനാഫിഖീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ യുദ്ധത്തിന് പോയിട്ട് നബിയും സഹാബാക്കളും പോയി തിരിച്ചു വന്നിട്ട് വരാതിരുന്ന ആളുകളോട്, അതിൽ മുനാഫിഖീങ്ങളുണ്ട്, ആളുകളുണ്ട്, അപ്പോൾ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളാണ് എല്ലാവരും. അപ്പം എന്താണ് കാരണം എന്നുള്ള ചോദ്യത്തിന് പല മുനാഫിഖീങ്ങൾ പല കാരണങ്ങളും പറഞ്ഞു. ചിലർ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വേറെ ആരുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ പറ്റാത്തത്. മറ്റു ചിലർ പറഞ്ഞു അന്ന് തബൂക്കിൽ അന്ന് റോമക്കാരുടെ കീഴിലാണ് ഷാമിൻ്റെ പ്രദേശമായിട്ടുള്ള തബൂക്കുള്ളത്. അപ്പോൾ ആ റോമക്കാരായിട്ടുള്ള സ്ത്രീകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നും, ഞങ്ങൾ വഴികേടിലാവും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് വെറുതെ കള്ളന്യായങ്ങൾ പറയുമായിരുന്നു. അതുപോലെ ഓരോ ന്യായങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ 3 സ്വഹാബികൾ, അഥവാ ഈമാനുള്ള നിഫാഖൊന്നുമില്ലാത്ത 3 സ്വഹാബികളും തബൂക്ക് യുദ്ധത്തിന് പങ്കെടുക്കാതെ പിന്തി നിന്നവരിലുണ്ടായിരുന്നു. അവർ പ്രത്യേകിച്ചൊരു കാരണവുമില്ല, അവർ പോവാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പിന്നെ പോയില്ല. ആ 3 പേരാണ് കഅബ് ഇബ്നു മാലിക്, ഹിലാൽ ഇബ്നു ഉമയ്യ, മറാറത്ത് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹും അജ്മഈൻ, 3 സഹാബികൾ. അപ്പോൾ ഓരോ മുനാഫിഖീങ്ങൾ അവർക്ക് ഓരോ ന്യായങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ ന്യായങ്ങളൊക്കെ കേട്ട് അവരെ പിരിച്ചു വിട്ടു. അപ്പോൾ ബാഹ്യമായിട്ടുള്ള നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിട്ടുള്ളൂ. നബി പലർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, പല സഹാബികൾക്ക് അറിയാം, അവർ പറയുന്ന കളവാണ്, ഒരു നിഫാഖിൻ്റെ ആളുകളാണെന്ന് അറിയാം. എന്നിട്ടും ബാഹ്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവ് നൽകി. പക്ഷേ കഅബ് ഇബ്നു മാലിക്, അതുപോലെ ഹിലാൽ ഇബ്നു ഉമയ്യ, മറാറത്ത് ഇബ്നു റബീഅ എന്നിവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കാരണമില്ല, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിയതാണ്, ഞങ്ങൾ വരാതിരുന്നതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാരണം പറയാമായിരുന്നു, പക്ഷെ ഒരു കാരണം പറഞ്ഞില്ല. അവർ പ്രത്യേകിച്ചൊരു കാരണമില്ല എന്നുള്ളതിൽ ഇഅ്തിറാഫ് ചെയ്തു, അത് സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് അവരെ ഹജ്ർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അവരോട് സംസാരിക്കാതെ അവരെ അകറ്റി നിർത്തുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് 40 ദിവസത്തോളം അവർ ഹജ്ർ ചെയ്തു. ഒരു മസ്ജിദിൽ ആദ്യമൊക്കെ വരും, നിസ്കരിക്കും, ആരും ഉണ്ടോന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കില്ല, ആരും ഉണ്ടൂല, അവർ കഴിഞ്ഞ് പോകും. അങ്ങനെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുടുംബത്തിൽ നിന്ന് തന്നെ, ഭാര്യമാരിൽ നിന്ന് തന്നെ അകന്നു നിൽക്കണമെന്നുള്ള അവസ്ഥയിലായിട്ട് ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവർ മാറി. അതാണ് ആയത്തിൽ അള്ളാഹു പറയുന്നത് ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർദ് ബിമാ റഹബത്, ഭൂമി വിശാലമായിട്ടും അവർക്ക് അത് ഇടുങ്ങിയതായി തോന്നി. വവാഖത് അലൈഹിം അൻഫുസുഹും, അവരുടെ സ്വന്തം തന്നെ അവർക്ക് ഇടുങ്ങിയതായ അവസ്ഥയിൽ തോന്നി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഒഴിവ് പറഞ്ഞ്, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. കാരണം ഒരുപാട് മുനാഫിക്കീങ്ങൾ അവിടെ ഇതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ലാതെ അവർ സുഖമായി മുസ്ലിമീങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവർ 3 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പ്രകാരം ഹജ്ർ ചെയ്ത് അകറ്റി നിർത്തുന്ന അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു നാട്ടിൽ നമ്മളെ കുറച്ച് ആൾക്കാരെ മാത്രം ബാക്കിയുള്ളവരൊക്കെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ. അങ്ങനെ ഒരു വല്ലാത്ത മാനസികമായ സംഘർഷത്തിലായി. അവർക്ക് വവന്നു അല്ല മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, ഇതിൽ നിന്ന് അള്ളാഹുവിൽ നിന്നല്ലാതെ രക്ഷയുമില്ല എന്നുള്ള നിലക്ക് അവർ മനസ്സിലാക്കി. അവർ തൗബ ചെയ്ത് മടങ്ങി, ചെയ്ത അബദ്ധം എടുത്ത് പറഞ്ഞു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചതായിട്ട് ആയത്തിറക്കി. അവരെ തൗബ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആയത്തിറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ അത് അറിയിച്ച് അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്ത ചരിത്രമുണ്ട്. കുറച്ച് ദീർഘമായിട്ട് ഒരുപാട് പാഠങ്ങൾ മുഅ്മിനീങ്ങൾക്ക് പഠിക്കാനുണ്ട്.
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സാദുൽ മആദിലെല്ലാം ആ ഭാഗം ഒരു ഫസ്ലായിക്കൊണ്ട് വിശദീകരിച്ച് അതിൽ നിന്നുള്ള ഫവായിദുകളൊക്കെ കൊടുത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവം പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നത്. ഇതിലെന്താണ് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ തഖ്വല്ലാഹ്. ഒന്നാമത്തെ തഖ്വയാണ്. നമ്മൾ പല ആയത്തുകളിലും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ് തഖ്വ എന്നുള്ളത്. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സിദ്ഖുള്ളവരുടെ കൂടെയാവുക. കാരണം നിഫാഖിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കദിബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു പരീക്ഷണവും മനുഷ്യരിൽ വെച്ചിട്ടുള്ളത്, ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതൊരു പരീക്ഷണവും സംഭവിക്കുന്നത് നമ്മുടെ ഖൽബിലെ സിദ്ഖും കദിബും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൂറത്തുൽ അൻകബൂത്തിലെ പറഞ്ഞതുപോലെ ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ഈമാനുള്ള ആളുകളിൽ പരീക്ഷണം അവരിൽ സിദ്ഖുണ്ടോ ഇല്ലേ, അവർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അത് സത്യസന്ധമാണോ അല്ലേ, അത് കദിബോട് കൂടിയാണോ അല്ലേ. മരണം വരെയുള്ള നമ്മളിൽ ഉണ്ടാകുന്ന പരീക്ഷണം അതിനു വേണ്ടിയിട്ടാണ്. അത് പല രീതിയിലായിരിക്കാം, ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലായിരിക്കാം. അപ്പോൾ ഈ ആയത്തിൽ ഈ 3 സ്വഹാബികൾ ഇത്രയധികം ഒറ്റപ്പെടലും ഇത്രയധികം മാനസിക സംഘർഷവും എല്ലാം അനുഭവിച്ചിട്ടും അവരാ തെറ്റ് അംഗീകരിച്ച് അവിടെ നിന്നു എന്നുള്ളത് അവരുടെ സിദ്ഖാണ് എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫവല്ലാഹി മാ അഅലമു അഹദൻ, അല്ലാഹുവാണ്, എനിക്ക് ഒരാളെ അറിയില്ല, അബ്ലാഹുല്ലാഹു ഫീ സിദ്ഖിൽ ഹദീസ് അഹ്സന മിമ്മാ അബ്ലാനി മാ തഅമ്മദ്തു മുൻദു ദക്കർതു ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ യൗമി ഹാദാ കദിബൻ വഅൻസല അല്ലാഹു അലാ റസൂലിഹി ലഖദ് താബല്ലാഹു അലൻ നബി വൽ മുഹാജിരീൻ വൽ അൻസാർ. ഈ എൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ഈ ആയത്ത് പോലെ, അഥവാ തൗബ സ്വീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ സിദ്ഖ് അറിയിച്ചുകൊണ്ട് ആയത്തിറങ്ങിയ പോലെ വേറൊന്നും അറിയില്ല എന്ന് നിലക്ക് പറയുന്നുണ്ട്. അതായത് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് സിദ്ഖുള്ളവരായിരിക്കണം നമ്മൾ. സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗഹീദുൽ ഇറാദ് എന്ന് പറയും. തൗഹീദുൽ ഇറാദത്താണ് സിദ്ഖ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന വാക്ക്, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം സത്യസന്ധമാവുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇഖ്ലാസിൽ സിദ്ഖ് ഉണ്ടാവുക എന്നുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സഹാബികൾ ആ ഒരു സന്ദർഭത്തിലും ആ ഒരു അവസ്ഥയിലും ആ ഒരു സാഹചര്യത്തിലും അവരാ സത്യം പറഞ്ഞു എന്നുള്ളത് അവരുടെ സിദ്ഖിന്റെ അടയാളമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സിദ്ഖുള്ളവരായിരിക്കണം നിങ്ങൾ, അങ്ങനെയുള്ള ആളുകളോടൊപ്പമായിരിക്കണം നിങ്ങൾ എന്ന് അല്ലാഹു തആല ഈ ആയത്തിൽ പറയാണ്. അതുപോലെ ആദ്യം ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിട്ടാണ് വകൂനു മഅസ്സാദിഖീൻ എന്ന് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയാറുണ്ട്, തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് സിദ്ഖാണ്. തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് സിദ്ഖാണ്. അപ്പോൾ സത്യസന്ധത, സിദ്ഖ് എന്നുള്ളത് നമ്മൾ അള്ളാഹുവിന് തെളിയിച്ചു കൊടുക്കേണ്ട, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, നിയ്യത്തുകൾ കൊണ്ട് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് സിദ്ഖ് എന്നുള്ളത്. അങ്ങനെ സിദ്ഖുള്ള ആളുകളോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ കപടത നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾ, അതൊരു സംഘമാവട്ടെ, കൂട്ടമാവട്ടെ, അല്ലെങ്കിൽ വിഭാഗമാവട്ടെ, സംഘടനയാവട്ടെ, എന്തുമാവട്ടെ, അങ്ങനെയുള്ള ആളുകളോടൊപ്പം ഒരു മുസ്ലിം കൂടി നിൽക്കാൻ പാടില്ല. അവൻ സിദ്ഖുള്ള ആളുകളോടൊപ്പമായിരിക്കണം നിൽക്കേണ്ടത്. അടുത്ത ആയത്ത് സൂറത്തു തൗബയിലെ 123-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖാതിലുൽ ലദീന യലൂനകും മിനൽ കുഫാർ വൽയജിദു ഫീകും ഗിൽദ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറയാണ്, ഖാതിലുൽ ലദീന യലൂനകും മിനൽ കുഫാർ, നിങ്ങളോട് അടുത്ത് കിടക്കുന്ന കുഫാറുകളുമായിട്ട് നിങ്ങൾ ആദ്യത്തിൽ യുദ്ധം ചെയ്യുക. വലജിദു ഫീകും ഗില്ല, നിങ്ങളിലുള്ള ആ ഗില്ലത്ത് അഥവാ ഒരു അമർഷം, ഒരു ഈർഷ്യത അവർ മനസ്സിലാക്കട്ടെ എന്ന് പറയാം. അതായത് നമുക്കറിയാം, മുസ്ലിമീങ്ങൾ പല നാടുകളുമായിട്ട് കുഫാറുകളുമായിട്ട് യുദ്ധം ചെയ്ത സന്ദർഭത്തിൽ യുദ്ധത്തിൽ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൊട്ടടുത്തുള്ള കുഫാറുകളുമായിട്ടാണ് ആദ്യം യുദ്ധം ചെയ്യേണ്ടത്. അത് തൊട്ടടുത്തൊക്കെ കുഫാറുകൾ ഉണ്ടായിട്ട് ദൂരത്തുള്ള ഒരു ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് എന്തല്ല, ബുദ്ധിയുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആദ്യം തൊട്ടടുത്തുള്ള ശത്രുക്കളുമായി യുദ്ധം ചെയ്യുക എന്ന് പറയാം. അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്.
ഇപ്പം മക്കയും മദീനയും കഴിഞ്ഞ് ത്വായിഫ് കഴിഞ്ഞ് അതിനടുത്തുള്ള പ്രദേശങ്ങൾ കഴിഞ്ഞിട്ടാണ് അതുപോലെ മദീനത്തുണ്ടായിരുന്ന ബനു ഖുറൈള, ബനു നളീർ എന്നീ ഗോത്രങ്ങളും അവരുമായിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് തബൂക്കിൽ പോകുന്നത്. തബൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് റോമൻ ഭരണകൂടത്തിന് കീഴിൽ ഷാമിൻ്റെ പ്രദേശമായിട്ടുള്ളതാണ്. അപ്പോൾ ആ റോമക്കാരുമായിട്ട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ചുറ്റുഭാഗത്തുള്ള കുഫാറുകളുമായിട്ടൊക്കെ യുദ്ധം ചെയ്തതിന് ശേഷമാണ് തബൂക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പുറപ്പെടുന്നത്. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്താവട്ടെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താവട്ടെ ഇസ്ലാമിക രാജ്യം ഭരണകൂടം അവർ വലുതാകുന്നത് ഇങ്ങനെ അടുത്തടുത്തുള്ള പ്രദേശങ്ങളുമായിട്ട് യുദ്ധം ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്യണം എന്ന് അല്ലാഹു തആല പറയാണ്. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക, വിരോധനങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ സാമീപ്യ മഅയ്യത്ത്, പ്രത്യേകമായിട്ടുള്ള ഖാസായിട്ടുള്ള സഹായവും പിന്താങ്ങലും ഒക്കെ കിട്ടണമെങ്കിൽ തഖ്വ ഉണ്ടായിരിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ തഖ്വയിൽപ്പെട്ട കാര്യമാണ് അള്ളാഹു കൽപ്പിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ ആയത്താണ്. പിന്നെ സുജൂദ് തിലാവ വരുന്ന ആയത്താണ്. ഇതിൽ അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ ഇർകഉ വസ്ജുദു വഅ്ബുദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അതിൽ പറഞ്ഞു ഇർകഉ വസ്ജുദു, റുക്ഉ ചെയ്യുക, സുജൂദ് ചെയ്യുക. അതായത് നിസ്കാരത്തിനുള്ള കൽപ്പനയാണത്. നിസ്കാരത്തിനെ പൊതുവായി നിസ്കാരം എന്ന് പറയുന്നതിന് പകരമായി റുക്കൂഅ് എന്നുള്ള പദത്തിലും സുജൂദ് എന്നുള്ള വാക്കിലും പറയാറുണ്ട്. ഇപ്പോൾ ഖുർആനിലും ഹദീസിലും എല്ലാം ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിസ്കാരത്തെ പറയുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത്? കാരണം നിസ്കാരത്തിൽ വളരെ മഹത്വമുള്ള രണ്ട് രൂപങ്ങളാണ് റുക്കൂഅ് സുജൂദ് എന്നുള്ളത്. അള്ളാഹുവിന് മുമ്പിൽ അല്ലാതെ ഒരു മഖ്ലൂഖിന്റെ മുമ്പിൽ ഒരു അടിമ എന്ത് ചെയ്യാൻ പാടില്ല? റുക്കൂഅോ സുജൂദോ ചെയ്യാൻ പാടില്ല, ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. കാരണം ഒരു മനുഷ്യന്റെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ തൻ്റെ താഴ്മ, തൻ്റെ ഖുദൂഅ്, തൻ്റെ വിധേയത്വം ഇതെല്ലാം പ്രകടമാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ രണ്ടെണ്ണം. നമ്മൾ ആലോചിച്ച് റുക്കൂവിൻ്റെ രൂപം ആലോചിച്ച് നോക്കെ. നമ്മൾ നടു വളച്ചുകൊണ്ട് അത് നിവർത്തി വെച്ച് തല താഴ്ത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ്. സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയുകയാണ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു രൂപം ആലോചിച്ച് നോക്കിയും, ഒരു എത്ര താഴ്മയോടുകൂടി കാണിക്കുന്ന ഒരു രൂപമാണത്. അതുപോലെ തന്നെ സുജൂദിന്റെ രൂപം, ആ സുജൂദിന്റെ രൂപത്തിന്റെ ഫളില് പറയേണ്ടതില്ല. നമുക്ക് ഒരു ദർശനെ ആ വിഷയത്തിൽ പറയാൻ മാത്രമുള്ള ഹദീസുകളും അതുപോലെ തന്നെ അതിൻ്റെ മഹത്വങ്ങളും അറിയിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആ രൂപം ആലോചിച്ച് നോക്കി. അവിടെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ, ഉന്നതിയെ അവിടെ പുകഴ്ത്തുന്നു, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞിട്ട്. ഈ രണ്ട് രൂപത്തിൻ്റെ ആ പ്രത്യേകത അറിയിക്കുന്നത് കൊണ്ടാണ് നിസ്കാരം എന്ന് പൊതുവായി പറയാതെ റുക്കൂഅ് ചെയ്യുക, സുജൂദ് ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. റുക്കൂനും സുജൂദിനും വേറെയും ചില പ്രത്യേകതകളുണ്ട്. ആ രണ്ട് രൂപത്തിൽ ഖുർആൻ പാരായണം പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റുക്കൂവിൻ്റെയും സുജൂദിൻ്റെയും സമയത്ത് ഇപ്പോൾ ഒരു അടിമ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവൻ്റെ മുതുകിലായിക്കൊണ്ട് അവൻ്റെ പാവങ്ങൾ ഏറ്റി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. റുക്കൂയിലും സുജൂദിലായിരിക്കുന്ന സമയത്ത് അതെല്ലാം പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. അങ്ങനെ ധാരാളം പ്രത്യേകതയുള്ള രൂപങ്ങളാണ്. അപ്പോൾ നിസ്കാരത്തിനുള്ള കൽപ്പനയാണത് പൊതുവായിട്ട്, പക്ഷെ റുക്കൂവും സുജൂദും പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. വഅ്ബുദൂ റബ്ബക്കും, അപ്പോൾ ഒരു ഇബാദത്തിന്റെ രൂപത്തെ പറഞ്ഞിട്ട് പിന്നെ ആമായിട്ടൊരു കാര്യം പറയാൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇപ്പോൾ പലപ്പോഴും ചില ആളുകൾക്കൊക്കെ തോന്നും, നമ്മളിപ്പോൾ എത്ര കാലം ഇപ്പം ഇങ്ങനെ ഇബാദത്ത് ചെയ്യുക, എത്ര കാലം ഇപ്പം നിസ്കരിക്കുക, എത്ര കാലം ഇപ്പം ഇങ്ങനെ ചെയ്യുക. സത്യത്തിൽ ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് കയറി വിചാരിക്കുക, ആ ജോലി രാവിലെ 8 മണി മുതൽ 5 മണി വരെ അവിടെ എന്താണോ ജോലി അത് നമ്മൾ കൃത്യമായി ചെയ്യും. നമുക്ക് എന്താണ് ആ സമയത്ത് അവിടെ ജോലി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം അവസാനം നമുക്ക് ശമ്പളം കിട്ടും, അതിനുള്ള പ്രതിഫലം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ദുനിയാവിൽ വന്നിട്ടുള്ളത് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, വേറെ പണിയൊന്നും നമുക്കില്ല. നമ്മൾ ദുനിയാവിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാനാണ്. നമ്മൾ ജനിച്ച സമയമാണ് രാവിലെ 8 മണി എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ മരിക്കുന്ന സമയമാണ് വൈകുന്നേരം 5 മണി, ഒരു ദിവസത്തിന്റെ കണക്ക് വെക്കുകയാണെങ്കിൽ. അതിനുശേഷം നമുക്ക് പ്രതിഫലമാണുള്ളത്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ നമുക്കൊരു വേറെ വഴിയില്ല. നമ്മൾ വേറെ എന്ത് ചെയ്യാൻ അവിടെ? ഇപ്പോൾ നമ്മുടെ ഒരു കടയിൽ ഒരാളെ ജോലിക്കാരനെ വെച്ചിട്ട് അവൻ്റെ പണി ഇന്നതാ പറഞ്ഞു കൊടുത്തിട്ട് അവൻ ആ പണിയെടുക്കാതെ വേറെ എന്തെങ്കിലും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? കാരണം അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ഒന്നും ചെയ്യാനില്ല. വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വഫ്അലുൽ ഖൈറ,
ഖൈർ ചെയ്യുക, ഖൈറായിട്ടുള്ള നന്മയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അഥവാ ഖുർആനിലും ഹദീസിലൂടെയും പഠിപ്പിച്ചിട്ടുള്ള നന്മയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം, വിജയികളാവാൻ, വിജയം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പോൾ ഇതിൽ ഇബാദത്തുകൾ ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു, അതുപോലെ ഇബാദത്തിൻ്റെ പൊതുവായിട്ട് പറഞ്ഞു, നന്മകൾ ചെയ്യാനുള്ള കൽപ്പനയും വന്നു. അടുത്ത ആയത്ത് സൂറത്തു നൂറിലെ 21-ാമത്തെ ആയത്താണ്. അടുത്ത ആയത്ത് സൂറത്തു നൂറിലെ 21-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ ആ ഖുതുവാത്തുകൾ ആരാണോ പിൻപറ്റുന്നത്, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, അവൻ കൽപ്പിക്കുന്നത് ഫഹ്ശ, മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളും, മുൻകർ, തെമ്മാടിത്തരങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഫദ്ലും റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ, മാ സകാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും തന്നെ തസ്കിയത്ത് നേടുകയില്ല, നന്നാവുകയില്ല. വലാകിന്ന അല്ലാഹു യുസക്കി മൻ യശാ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇവിടെ സൂറത്തു നൂറിലെ 2-3 ആയത്തുകൾ കൂടിയും യാ അയ്യുഹല്ലദീന ആമനു തുടങ്ങി വരുന്നുണ്ട്. സൂറത്തു നൂറിന് ചില പ്രത്യേകതകളുണ്ട്. ആ സൂറത്തിൽ പ്രധാനമായും മുഅ്മിനീങ്ങളോടുള്ള കൽപ്പനകൾ, അതിലെ അധ്യാപനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഏതൊരു മനുഷ്യനും ചെറിയ രീതിയിലെങ്കിലും ഒരംശം പറ്റേണ്ടി വരുന്ന വ്യഭിചാരം എന്നുള്ള തിന്മയിലേക്ക് നയിക്കുന്ന വാക്കിനെയും പ്രവർത്തനത്തിനെയും നോട്ടത്തിനെയും സാഹചര്യങ്ങളെയും എല്ലാം തടയുകയും അങ്ങനെ അതിലേക്ക് എത്തിച്ചേരുന്നവർക്കുള്ള താക്കീതും ശിക്ഷയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും എല്ലാം പഠിപ്പിക്കുന്ന, അങ്ങനെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശം ഒരാളുടെ ഖൽബിലേക്ക് നിറയാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് ഈ സൂറത്തു നൂറിൽ പഠിപ്പിക്കുന്നത്. ഇതിൽ ആദ്യ ഭാഗത്ത് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലെ ആരോപിക്കപ്പെട്ട കള്ള ആരോപണത്തിന്റെ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് മുഅ്മിനീങ്ങൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കാൻ കാരണമായ, അല്ലെങ്കിൽ അതിനെ പറഞ്ഞു പരത്തിയിട്ടുള്ള ഒരു സാഹചര്യം എല്ലാം പറഞ്ഞിട്ട് തൊട്ടുമുമ്പുള്ള ആയത്തുകൾ അതിൻ്റെ ഗൗരവം പറയുകയും അതവരന്വേഷിക്കാതെ ചെയ്തത് ശരിയല്ല, അതിനുള്ള ശിക്ഷ എല്ലാം പറഞ്ഞു. സൂറത്തിൽ മുഴുവൻ ഭാഗത്തും ഈ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ് മാർഗങ്ങളാണ് പറയുന്നത്. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാടുകൾ അഥവാ ഒരു വഴിയിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു കെണിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു വഴി തെളിയിക്കുന്നത് പോലും നിങ്ങൾ പിൻപറ്റരുത്. ഇതിന് തൊട്ടുമ്പോൾ ആയത്തിൽ പറയുന്നതാണ്, മ്ലേച്ഛമായ വാർത്തകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മ്ലേച്ഛതകൾ അഥവാ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹറാമായ രീതിയിലുള്ള സംസാരങ്ങളാവട്ടെ, അതിൻ്റെ കാര്യങ്ങളാവട്ടെ, അതിൽ മുഴുകുക, അത് പ്രചരിപ്പിക്കുക, അത് ആളുകളോട് പറയുക, അത് കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിശാചിന്റെ കാലടിപ്പാട് പിൻപറ്റുന്നത് എല്ലാ രീതിയിലും, ഇപ്പോൾ വാക്കായാലും പ്രവർത്തനമായാലും കൽബായാലും എല്ലാം ബാധകമാണ്, എല്ലാ പാപത്തിനും പൊതുവായി ബാധകമാണ്. പക്ഷേ ഈ സൂറത്തിന്റെ ആ സിയാഖിൽ, ആ ഒരു സാഹചര്യത്തിൽ വരുന്നത് ഈ ഒരു ഉദ്ദേശത്തിലാണ്. അത് നിങ്ങളെ വലിയൊരു അബദ്ധത എത്തിക്കുക. ഇപ്പോൾ വ്യഭിചാരത്തിനെ കുറിച്ച്, അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന, അതിൽ മുഴുകുന്ന ആളുകൾ, അവർ തൊട്ടടുത്തത് ആ പ്രവർത്തനത്തിലേക്ക്, അതുപോലെ ഹറാമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം എളുപ്പമാവും. അതുകൊണ്ട് അത് പിൻപറ്റരുത് എന്ന് പറയാം. എന്നിട്ട് പറയാണ്, വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ആരാണോ പിശാചിന്റെ ആ കാലടിപ്പാടുകളെ അതൊന്നും ശ്രദ്ധിക്കാതെ, അതിൽ നിന്നും അകന്നു നിൽക്കാതെ അതിലേക്കൊക്കെ മുഴുകി പോകുന്നത്, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, പിശാച് കൽപ്പിക്കുക ബിൽ ഫഹ്ശ. ഫഹ്ശ എന്നുള്ള പദം ഖുർആനിൽ ഒരു സന്ദർഭത്തിൽ ഒഴികെ ബാക്കി എല്ലാ സന്ദർഭത്തിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനയാണ്, വ്യഭിചാരമാണ്. സൂറത്തുൽ ബഖറയിലെ 268 എന്നാണ് എൻ്റെ ഓർമ്മ, അശ്ശൈത്താനു യഅദുകുമുൽ ഫഖർ വയഅ്മുറുക്കും ബിൽ ഫഹ്ശ എന്നുള്ള ആയത്തിൽ ഫഹ്ശ കൊണ്ട് ബുഖ്ൽ, പിശുക്കാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാ ആയത്തുകളിലും ഫഹ്ശ കൊണ്ട് ഖുർആനിൽ വേറെ സ്ഥലങ്ങളിലെല്ലാം ഉദ്ദേശിക്കുന്നത് സിനയാണ്, വ്യഭിചാരമാണ്. പിശാച് പിന്നെ കൽപ്പിക്കുക അതിലേക്കാണ്. വളരെ സൂക്ഷിക്കേണ്ട. സൂറത്തു നൂറ് ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, സൂറത്തു നൂറ് പേരെന്നെ ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ നൂറ് കിട്ടണമെങ്കിൽ ആ ആയത്ത് നൂറൊക്കെ വെച്ചിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം എന്നിവർ പറയുന്നുണ്ട്. അതിന് തൊട്ടുമ്പോൾ ആയത്തുകളിലാണ് അള്ളാഹു തആല ദൃഷ്ടി താഴ്ത്താനുള്ള കൽപ്പന പറയുന്നത്.
അപ്പോൾ അള്ളാഹുവിന്റെ നൂറ് ലഭിക്കണമെങ്കിൽ ദൃഷ്ടി താഴ്ത്തുന്നവർക്ക്, അതുപോലെ ഈ വ്യഭിചാരം പോലെയുള്ള തിന്മകൾ ഇന്ന് വ്യാപിച്ചിട്ടുള്ള ഈ ഒരു തിന്മയിൽ നിന്ന് എത്ര അകന്നു നിൽക്കുന്നുവോ അത്രയും അള്ളാഹുവിന്റെ നൂറ് ഖൽബിലേക്ക് ലഭിക്കും. അതിനുള്ള എല്ലാ രീതിയിലുള്ള സംരക്ഷണമാണ് ഈ സൂറത്തിൽ. ഇനി കുറച്ച് കഴിഞ്ഞ അടുത്ത ആയത്തുകളിൽ അനുവാദം ചോദിക്കുന്നത്, വീട്ടിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിക്കുന്നത്, സലാം പറയുന്നത്, അതുപോലെ വിവാഹത്തിനുള്ള പ്രോത്സാഹനം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ? ഈ ഒരു തിന്മയെ ഭയപ്പെട്ടിട്ടാണ്. വീട്ടിൽ അനുവാദം ചോദിക്കുന്ന കാര്യം എന്തിനാ ഉണ്ടാക്കിയത്? ദൃഷ്ടി ഹറാമിലേക്ക് പോകരുതെന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ പിശാച് അങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങൾ അതിനെ പിൻപറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വ്യഭിചാരമാണ് കൽപ്പിക്കുക. അതുപോലെ വൽമുൻകർ, മ്ലേച്ഛമായിട്ടുള്ള തെറ്റായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അതിന്റെ തുടർച്ചയായിട്ട് പിശാച് കൽപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു. ഇനി അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കുന്ന ആളുകൾ അവരറിയാണ്, അള്ളാഹുവിന്റെ ഫളും റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കണമെങ്കിൽ ഹിദായത്തിനുള്ള കാരണം അള്ളാഹുവിന്റെ ഫളും റഹ്മത്തുമാണ്. ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമായിട്ടും കാരുണ്യമായിട്ടുമാണ്. ഒരാൾ ലലാലത്തിനാകുന്നത് അള്ളാഹുവിന്റെ ഹിക്മത്തും അദ്ലുമാണ്, അള്ളാഹുവിന്റെ യുക്തിപൂർവ്വമുള്ള നീതിപൂർവ്വമുള്ള തീരുമാനമാണ്. അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരാളും തന്നെ ശുദ്ധി പ്രാപിക്കില്ലായിരുന്നു. അഥവാ ഈ രീതിയിൽ അള്ളാഹുവിനെ അനുസരിക്കാനും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഇതിനൊക്കെ നമുക്ക് സാധിക്കുന്നത്, അങ്ങനെ സാധിക്കുന്ന ആളുകൾക്ക് തൗഫീഖ് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കാരുണ്യമാണ്. അതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരാളും തന്നെ നന്നാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. അള്ളാഹു പറയാണ്, വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു, നന്മയിലായിക്കൊണ്ട് ഖൈറിലായിക്കൊണ്ട് അള്ളാഹു നിലനിർത്തുന്നു. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് പറയാം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ കാണാം, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അള്ളാഹു എന്റെ നഫ്സിനെ നീ തഖ്വയുള്ളതാക്കണമേ, അതുപോലെ തന്നെ അതിനെ ശുദ്ധീകരിക്കണമേ, നീയാണ് അതിൻ്റെ വലിയ, നീയാണ് അതിൻ്റെ രക്ഷാധികാരി, ഏറ്റവും നല്ല രീതിയിൽ അതിനെ ശുദ്ധീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായി ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ കഴിവുകൊണ്ടൊന്നല്ല, നമ്മുടെ ഒരു ഗുണമായിട്ടൊന്നും ആരും കരുതേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യം കാരുണ്യമാണ്. അതില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും? നമ്മളൊക്കെ ആ പിശാചിന്റെ കാലടി പിൻപറ്റുന്ന, പിശാചിന്റെ വാക്ക് കേട്ട് പോകുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. പക്ഷെ അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവുമാണ് നമ്മൾ ഏറ്റവും അധികം തേടേണ്ടതായിട്ടുള്ള കാര്യം എന്നും ഈ ആയത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ സൂറത്ത് നൂറിന്റെ ആ ഒരു സിയാഖിൽ ഇതുപോലെയുള്ള തിന്മകളെ ഉദ്ദേശിച്ചാണ്. പൊതുവായിട്ട് ഏത് കാര്യമായാലും പിശാചിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റുക എന്നുള്ളത്, അഥവാ ഒരു തിന്മ എന്ന് പറയുന്ന, ഒരു പാപം എന്ന് പറയുന്ന അതിലേക്ക് മാത്രമല്ല, അതിലേക്ക് എത്തിക്കുന്ന വഴികൾ ഉണ്ടാകും. ചെറിയ കാര്യങ്ങൾ, അത് ഓരോന്ന് പിൻപറ്റും തോറും നമ്മൾ ആ വലിയ പാപത്തിലേക്ക് വീഴാനായിരിക്കും സാധ്യതയുണ്ടാവുക എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തുൻ നൂറിലെ 27-ാമത്തെ ആയത്താണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റു വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅനിസൂ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്തിഇദാൻ, അനുവാദം ചോദിക്കാതെ. വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടുകാരോട് സലാം പറയാതെയും. ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ള കാര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഈ ആയത്തിൽ പറയുന്ന വിഷയം അനുവാദം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അഥവാ വേറൊരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അനുവാദം ചോദിക്കണം എന്നുള്ളത്. രണ്ട്,
സലാം പറയണമെന്നുള്ളത്. അപ്പോൾ അനുവാദം ചോദിക്കേണ്ട രൂപം പണ്ഡിതന്മാർ പറഞ്ഞത് അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അദ്ഖുൽ, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഒരു വീട്ടിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ഒരു തവണ ചോദിച്ചു, മറുപടി ഒന്നും കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഒരു തവണ ചോദിക്കണം. വീണ്ടും മറുപടി കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു തവണ. 3 തവണയിൽ കൂടുതൽ നമുക്കൊന്നും മറുപടി കിട്ടിയില്ല, പ്രവേശിക്കണമെന്ന് അനുവാദം കിട്ടിയില്ല എങ്കിൽ അവിടുന്ന് തിരിച്ചു പോരുകയാണ് വേണ്ടത്. ഇസ്ലാമിൻ്റെ മഹാസിനുകളിൽ, മേന്മകളിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. കാരണം ദീൻ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേവലം ഏതെങ്കിലും ഒരു മസ്ജിദിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല ദീനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. തൻ്റെ വ്യക്തി ജീവിതത്തിൽ, ഒരു മുസ്ലിമിൻ്റെ വ്യക്തി ജീവിതത്തിൽ, അതിൽ ഒരു ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നത് മുതൽ കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുതൽ ഭാര്യയുമായി ശാരീരിക ബന്ധം ഏർപ്പെടുന്നത് മുതൽ അങ്ങനെ എല്ലാ മേഖലകളിലും, എല്ലാ സ്വകാര്യതകളിലും പാലിക്കേണ്ട അദബുകൾ പഠിപ്പിച്ചിട്ടുള്ള മഹത്തായൊരു ദീനാണ് ഇസ്ലാം എന്നുള്ളത്. കാരണം ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മര്യാദയാണ് ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, മുസ്ലിമുകൾക്കിടയിൽ ധാരാളം മഫ്സദത്തുകളെ, കുഴപ്പങ്ങളെ തടയുന്ന, ധാരാളം മസ്ലഹത്തുകളെ, നന്മകളെ ഉണ്ടാക്കുന്ന ഒരു മര്യാദയാണ് അനുവാദം ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ ഏതെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം അനുവാദം ചോദിക്കലും അതുപോലെ സലാം പറയലും പറഞ്ഞു. എന്തിനാണിത്? അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള മഫ്സദത്തുകൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം കാണാം. അനുവാദം ചോദിക്കുന്നത് എന്തിനാണ് നിയമമാക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ ജുഇലൽ ഇസ്തിദാനു മിൻ അജ്ലിൽ ബസർ, ദൃഷ്ടി കാരണത്താലാണ് അനുവാദം ചോദിക്കുന്നത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. കാരണം പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ വീടുകൾക്ക് അധികവും ഇന്നത്തെ കെട്ടുറപ്പ് പോലുള്ള വാതിലുകളോ ഒന്നുമല്ല ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ചില സിത്തറായിട്ടുള്ള കർട്ടൻ പോലെയുള്ള മറകളും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വീടിൻ്റെ അകത്തേക്ക് കാണാൻ സാധ്യതയുണ്ടാകും. അപ്പോൾ ആ വീടിനകത്തുള്ള സ്ത്രീകൾ, കാരണം വീട് എന്ന് പറഞ്ഞാൽ ഒരു ഔറത്ത് മറക്കാനുള്ള ഭാഗമാണ്. ഇപ്പോൾ സ്ത്രീകളുടെ ഹിജാബ് പറയുന്നിടത്ത് തന്നെ 2 തരത്തിലുള്ള ഹിജാബ് സ്ത്രീകൾക്ക് പറയാം. ഒന്ന് വസ്ത്രം കൊണ്ടുള്ള ഹിജാബ് പുറത്തിറങ്ങുമ്പോഴുള്ളത്, 2 വീട് അവർക്കൊരു ഹിജാബാണ്. അപ്പോൾ ഒരു ഔറത്ത് മറക്കുന്ന കാര്യമാണ് ഓരോരുത്തരും വീട് എന്നുള്ളത്. അപ്പോൾ ആ ഔറത്തിലേക്ക് നോക്കിപ്പോകുന്ന അവസ്ഥ തടയാൻ വേണ്ടിയിട്ടാണ് അനുവാദം ചോദിക്കുക എന്നുള്ളൊരു നിയമം ദീനിലാക്കിയിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു, സൂറത്തു നൂർ എന്നുള്ളത് ഇതുപോലെ ഹറാമിലേക്ക് അഥവാ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ചെറിയ മാർഗം പോലും തടയാനുള്ള നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു നോട്ടം, മറ്റൊരു ആളുടെ ഭാര്യയിലേക്ക്, സഹോദരിമാരിലേക്ക്, അന്യ സ്ത്രീയിലേക്ക് നോക്കേണ്ടി വരുന്ന നോട്ടം, അതിനുള്ള സാഹചര്യം, അല്ലെങ്കിൽ അനുവാദം ചോദിക്കാതെ വീടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംശയം, അത് പല രീതിയിലുണ്ടാകാം. കളവിൻ്റെ വിഷയത്തിലുണ്ടാകാം, അല്ലെങ്കിൽ വേറൊരാളുടെ സ്ത്രീയുമായി ഒറ്റക്കാകുന്ന അവസ്ഥയുണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളും തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മസ്ലഹത്തുകൾ ധാരാളം മസ്ലഹത്തുകൾ. കാരണം ഈ മഫ്സദത്തുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മസ്ലഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അനുവാദം ചോദിക്കുക എന്നുള്ളത് നമ്മൾ ശീലിക്കേണ്ട, നമ്മുടെ കുട്ടികളെ, ഒരു 7 വയസ്സ് കഴിഞ്ഞത് മുതലുള്ള കുട്ടികളെ തന്നെ, കാരണം 7 വയസ്സ് മുതലാണ് അതവ് പഠിപ്പിക്കേണ്ട പ്രായമെന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ആ പ്രായം മുതൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു മര്യാദയാണ് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കണം. ഇനി എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു സഹാബി ഒന്ന് ചോദിച്ചു, അസ്തഅ്ദിനു അലാ ഉമ്മി, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഉമ്മാനോട് ഞാൻ അനുവാദം ചോദിക്കണോ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ കയറുമ്പോൾ അനുവാദം ചോദിക്കണോ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതേ പറഞ്ഞു. അപ്പോൾ ആ സഹാബി വീണ്ടും പറഞ്ഞു, ഇന്നഹാ ലൈസ ലഹാ ഖാദിമുൻ ഗൈരി അസ്തഅ്ദിനു അലൈഹാ കുല്ലമാ ദഖൽതു, ഞാനല്ലാതെ ഉമ്മാക്ക് സഹായിയായിട്ട് ജോലിക്കാരനായിട്ട് ഒരാളുമില്ല. അപ്പം ഞാൻ കയറുമ്പോൾ അപ്പോഴും ഞാൻ ചോദിക്കണോ, എപ്പോൾ കയറുമ്പോഴും ചോദിക്കണോ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അതുഹിബ്ബു അൻ തറാഹാ ഉരിയാനതൻ, നിന്റെ ഉമ്മാനെ നഗ്നയായി കാണുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്തഅ്ദിൻ, നീ അനുവാദം ചോദിക്കുക എന്ന് പറഞ്ഞു. എത്രത്തോളം വെച്ചാൽ അതിനേക്കാൾ സഹാബികൾ സ്വന്തം ഭാര്യ മുറിക്കകത്ത്, വീടിനകത്താണെങ്കിൽ ഇപ്പോൾ ഭാര്യ നഗ്നയായി കാണാമെന്നുള്ളത് ഒരു അത്ഭുതമുള്ള കാര്യമില്ല. പക്ഷേ അവിടെ പോലും
അനുവാദം ചോദിച്ചിട്ട് അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിയിട്ട് മാത്രമേ പ്രവേശിക്കാറുണ്ടായിരുന്നുള്ളൂ സ്വഹാബികൾ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അനുവാദം ചോദിക്കുക എന്നുള്ളത് ദീനിന്റെ മഹാസിനായിട്ടുള്ള നന്മയായിട്ടുള്ള വളരെ നല്ലൊരു മര്യാദയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തുസല്ലിമു, ഒരു വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ സലാം പറയണം. അത് കാരണം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അറിയിക്കണം. ഇന്ന് കാലത്താണെങ്കിൽ കോളിംഗ് ബെൽ അടിക്കാം, അതിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല. ഇപ്പോൾ അനുവാദം ചോദിക്കാൻ മുട്ടുന്നത് പഠിപ്പിച്ച എങ്ങനെയാണ്? അതത് നഖം കൊണ്ട് ഒരു വാതിലിൽ മുട്ടുന്ന ഈ തരത്തിലാണ് ഒരു വാതിൽ മുട്ടേണ്ടത് എന്നാണ്. അപ്പോൾ 3 തവണയാണ് അനുവാദമുള്ളത് അറിയിക്കാൻ. ഇനി അയാൾ അറിഞ്ഞിട്ടില്ല എങ്കിലും അതുപോലെ തന്നെ അയാൾക്ക് തുറക്കാൻ അയാൾക്ക് വിസമ്മതമാണെങ്കിലും അവിടുന്ന് പിന്തിരിഞ്ഞു പോരാൻ വേണ്ടത്. കോളിംഗ് ബെല്ലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സലാം ഉറക്ക പറഞ്ഞുകൊണ്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് ഒരുപാട് മഫ്സദത്തുകളെ തടയാനുള്ള ഒരു മര്യാദയാണ് അനുവാദം ചോദിച്ച് വീട്ടിൽ കയറുക. ഇനി സ്വന്തം വീട്ടിലാണെങ്കിലും ഈ ഒരു രീതി നമ്മൾ വേറെ ആളുകളുള്ള ഒരു സന്ദർഭം ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും എല്ലാവരും ഉണ്ടാകുന്നുണ്ടാവും. അപ്പം എപ്പോഴാണെങ്കിലും വീട്ടിൽ കയറുമ്പോൾ, സ്വന്തം വീട്ടിൽ കയറുമ്പോൾ അറിയിക്കലാണ്, അനുവാദം ചോദിക്കലല്ല, അറിയിക്കലാണ്. ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ കയറുന്നുണ്ട് എന്ന് അറിയിക്കുന്നതാണ് അവിടെ ഉദ്ദേശം. മറ്റൊരാളുടെ വീട്ടിൽ തീർച്ചയായിട്ടും അനുവാദമുണ്ടെങ്കിൽ മാത്രമാണ് പ്രവേശിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ക്ഷണം കിട്ടണം. ഒരാൾ നമ്മളെ ക്ഷണിച്ചു, ഇന്ന സമയത്ത് ഇന്ന് 3 മണിക്ക് എൻ്റെ വീട്ടിൽ നീ വരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷണമാണ് അനുവാദം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാം. അത് സൂക്ഷ്മതയ്ക്ക് വേണമെങ്കിൽ അനുവാദം ചോദിക്കാം. പക്ഷെ ആ ക്ഷണം അവിടെ ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് പ്രവേശിക്കാവുന്ന സമയമാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതുമായി ബന്ധപ്പെട്ട് ആദാബുകളുടെ കിതാബുകളിൽ ധാരാളം ചർച്ചകൾ അനുവാദം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് ഒരിക്കൽ കൂടുതൽ വിശദമായി പഠിക്കാം. അപ്പോൾ ഈ ആയത്തിൽ സലാം പറഞ്ഞുകൊണ്ട് അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞു. ആയത്ത് അവസാനിപ്പിച്ചത് ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അടുത്ത ആയത്ത് സൂറത്തുൽ നൂറിലെ തന്നെ 58-ാമത്തെ ആയത്താണ്. 58-ാമത്തെ ആയത്ത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ അനുവാദം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ആയത്തിൽ ഒന്നുകൂടിയും പ്രത്യേകമായിട്ടുള്ള അനുവാദമാണ്. അതായത് കഴിഞ്ഞ ആയത്തിൽ വേറൊരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിൽ ഈ ആയത്തിൽ സ്വന്തം വീടിനകത്ത് നാം എപ്പോഴും ഇടപഴകേണ്ടി വരുന്ന ആളുകളുമായിട്ട് അവർ എങ്ങനെയാണ് മര്യാദ അനുവാദം ചോദിക്കേണ്ടത് എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലിയസ്തദിൻകുമുല്ലദീന മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയിട്ടുള്ളവർ അവർ നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ. വല്ലദീന ലം യബ്ലുഗു അൽ ഹുലുമ, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾ അവരും നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ. ഹുലുമ മിൻകും 3 മർറാത്ത്, 3 തവണ. ഏതൊക്കെ സന്ദർഭങ്ങളിൽ? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, ഫജ്ർ നിസ്കാരത്തിന്റെ മുൻപുള്ള ആ സമയം, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആ ഒരു സമയത്ത് ചോദിക്കട്ടെ. വഹീന തദഊന സിയാബക്കും മിനൽ ദഹീറ, നിങ്ങൾ വിശ്രമിക്കാനോ മറ്റോ ആയി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിച്ചു വെക്കുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള ആ സമയത്ത്, ളുഹറിന് ശേഷമുള്ള ആ സമയത്തും. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ നിസ്കാരത്തിന് ശേഷവും, അഥവാ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിലും. 3 ഔറാത്തിൽ ലക്കും, ഈ 3 സമയങ്ങൾ നിങ്ങൾക്കുള്ള ഔറത്തുകളാണ്. ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹുൻ ബഅദഹുൻ, നിങ്ങളുടെ മേലെയോ അവരുടെ മേലെയോ, അവർ എന്നുദ്ദേശിച്ചത് വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളും അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികളും. ഈ സമയമല്ലാത്ത മറ്റുള്ള സമയങ്ങളിൽ അവരുടെ മേലെ കുറ്റമില്ല. തവ്വാഫൂന അലൈക്കും, അവർ നിങ്ങളുടെ ചുറ്റുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ബഅദുകും അലാ ബഅദിൻ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, നിങ്ങൾ ചിലർ പരസ്പരം ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. അള്ളാഹു ഇതാ ഈ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിച്ചു തരുന്നു, ആയത്തുകളെ. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനും ഹക്കീമുമാണ് എന്നുള്ളത്. അതായത് അടിമ സമ്പ്രദായം നമുക്കറിയാം. ഒരാളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വീടിനകത്ത് സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ എപ്പോഴും ഇടപഴകേണ്ടി വരുന്ന ഒരാളാണ് അടിമ എന്നുള്ളത്. അത് അടിമ സ്ത്രീയോ അടിമ പുരുഷനൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾ. ഈ ആളുകൾ വീടിനകത്തുള്ളവരെ പറ്റിയിട്ടാണ് പറയുന്നത്, വീടിനകത്ത് ഇടപഴകേണ്ടി വരുന്ന ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ അടുക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ, അഥവാ വീടിനകത്ത് മുറിക്കകത്താവട്ടെ അല്ലാതെ പ്രവേശിക്കുന്നാവട്ടെ, 3 സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. 3 സമയങ്ങളിൽ. അതിൽ ഒന്നാമത്തേത് പറഞ്ഞു ഫജ്റിന് മുമ്പുള്ള സമയം.
അഥവാ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ വസ്ത്രങ്ങൾ മാറുന്ന ആ തരത്തിലുള്ള ആ സമയം. രണ്ടാമത്തേത് പറഞ്ഞു ദുഹറിന് ശേഷമുള്ള അല്ലെങ്കിൽ പകലിൽ വിശ്രമിക്കാൻ വേണ്ടി ഉറങ്ങാൻ വേണ്ടി ആ സമയത്ത് ആളുകൾ എന്ത് ചെയ്യും? സാധാരണ പുറത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ മാറ്റുന്ന ഒരു സമയമായിരിക്കും ആ സമയം. മൂന്നാമത്തേത് ഇശാഇന് ശേഷവും ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വസ്ത്രം മാറ്റുന്ന ആ സമയത്തും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർ അനുവാദം ചോദിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ അനുവാദം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വഹാബികളും അതുപോലെ പിൻഗാമികളും പറഞ്ഞിട്ടുള്ള കാര്യം, ആദ്യകാലത്ത് പ്രത്യേകിച്ച് വാതിലുകൾ എന്നുള്ള ആ സിസ്റ്റം ഇല്ലാതെ വെറും റൂമുകൾ കർട്ടന് കൊണ്ട് എല്ലാം മറച്ചു വെച്ചിരുന്ന ആ സന്ദർഭത്തിലാണ് ഇതിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഇന്ന് കാലത്ത് ഒന്നുകൂടി സൗകര്യം കൂടുതലാണ്, നമുക്ക് വാതിലുകൾ കുത്തിയിടാനുള്ള അടച്ചുറപ്പുണ്ട്, അതിൻ്റെ രീതികളുണ്ട്, മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മര്യാദകൾ നമ്മൾ പാലിക്കണം എന്ന് മാത്രം. കൂടുതലും ഈ ഇസ്തിദാനിന്റെ അന്നത്തെ കാലഘട്ടത്തിലെ ആ മുറികളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പ്രായോഗികമാകുന്നത്. ഇന്ന് കാലത്ത് അതിന്റെ ആവശ്യമില്ല എന്നല്ല, കൂടുതൽ പ്രായോഗികമാകുന്നത്. ഇന്ന് ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ മൂന്ന് സമയങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങളുമായിട്ട് ഇടപഴകുന്ന, അതാണ് അല്ലാഹു തആല പറഞ്ഞത് തവ്വാഫൂന അലൈക്കും, അവർ നിങ്ങളുടെ ഇടയിൽ ഇടകലരുന്ന ആളുകൾ ആണ് എന്ന നിലക്ക് പറയുന്നത്. അപ്പോ ഈ ഇടകലരുന്ന അതുകൊണ്ട് ഈ മൂന്ന് സന്ദർഭങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാത്തപ്പോൾ, കാരണം വസ്ത്രം മാറ്റും എന്ന് ഉറപ്പില്ലാത്ത ബാക്കിയുള്ള സന്ദർഭത്തിൽ അവരല്ലാതെ ഇടപഴകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പൊ നോക്കി എത്രത്തോളം നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കേണ്ട അദബുകളാണിത്. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദകൾ. ഇന്ന് ഇങ്ങനെ ഒരു മര്യാദ തീരെ ശ്രദ്ധയില്ല. ഇപ്പോൾ ഒരു പുറത്തുനിന്നുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ വേറെ കുടുംബക്കാരാണെങ്കിലും കസിൻസ് ആണെങ്കിലും എല്ലാവരെയും മുറിക്കകത്ത് കയറുന്ന ആണും പെണ്ണും ഇടകലരുന്ന, അല്ലെങ്കിൽ ഇതിനോടൊന്നും ശ്രദ്ധയില്ലാത്ത, ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത, ഇതൊന്നും ഞങ്ങൾക്കുള്ളതല്ല എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന മഫ്സദത്തുകൾ എത്രയാണ് നമുക്കറിയാം. അപ്പോൾ കണ്ടോ, ചെറിയ രീതിയിൽ പോലും ഒരു തെറ്റിലേക്ക് എത്തിക്കുന്ന സാഹചര്യം. കാരണം മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യൻ വാലിമാണ്, ജാഹിലാണ് എന്നുള്ളത് മനുഷ്യന്റെ അടിസ്ഥാന വിശേഷണങ്ങളാണ്. അതിനെ നന്നാക്കിയെടുക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുദ, ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് ഈ പ്രത്യേകം ഈ സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. മൂന്ന് ഔറത്തുകളാണ്, ഔറത്തായിട്ടുള്ള സമയങ്ങളാണെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല ആയത്ത് അവസാനിപ്പിച്ചത് വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു തആല അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, ഹക്കീമാണ്, യുക്തിപൂർവമാണ് അവന്റെ വിധികൾ അവൻ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, അള്ളാഹുവിന്റെ കലാമായ ഖുർആനിലാണ് അള്ളാഹു തആല ഈ ചെറിയ ചെറിയ മര്യാദകൾ പോലും പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം എത്ര ഉണ്ടാവും. ഇപ്പോൾ ലോകാവസാനം വരെ പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ സിഫത്തായിട്ടുള്ള വിശേഷണമായിട്ടുള്ള കലാം, സംസാരം, അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനിൽ എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിന് ചർച്ച ചെയ്യാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും അള്ളാഹു തആല ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും മനുഷ്യന് ചില നന്മകളുണ്ട്. ചിലയല്ല, അതിനകത്താണ് നന്മകളുള്ളത്. അതൊഴിവാക്കുന്നിടത്ത് മഫ്സദത്തുകളാണ് മനുഷ്യന് ബാധിക്കാനുള്ളത്. അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 109 ആയത്താണ്. 9-10 ആയത്തുകളാണ്. സൂറത്തുൽ അഹ്സാബിലെ 9 ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദുൻ ഫഅർസൽനാ അലൈഹിം റീഹ വജുനൂദൻ ലം തറൗഹാ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറാ. ഈ ഒരു ആയത്ത് സൂറത്തുൽ അഹ്സാബ് എന്നുള്ളത് നമുക്കറിയാം, അഹ്സാബ് യുദ്ധം. അഹ്സാബ് യുദ്ധത്തിന്റെ മറ്റൊരു പേരെന്താണ്? ആർക്കറിയാം? ആർക്കെല്ലാം അറിയോ? അഹ്സാബ് യുദ്ധത്തിന് മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്, ഖന്ദഖ്. അഹ്സാബ് യുദ്ധം ഉണ്ടാകുന്ന സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിലുള്ള ഖുറൈശികൾ ഗത്ഫാൻ ഗോത്രവുമായിട്ടും അതുപോലെ തന്നെ മറ്റു പല അറബ് ഗോത്രങ്ങളുമായിട്ടും കൂടിച്ചേരുകയും അതേസമയം മദീനത്തുള്ള ബനു ഖുറൈള, ബനു നളീർ എന്നുള്ളവർ കരാർ ലംഘിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ചതിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ മക്കയുടെയും ഹിജാസിന്റെയും അതിനു മുകളിലുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളും അതേസമയത്ത് നജ്ദിന്റെയും അതിന്റെ താഴ്ഭാഗത്തുള്ള ആളുകളും എല്ലാവരും ഒരുമിച്ച് കൂടി മദീനയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അഥവാ മുസ്ലിമീങ്ങളെ, റസൂലുള്ളാഹിയും സഹാബികളെയും ആക്രമിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവരുടെ വലിയ ആ സംഘം, ചരിത്രകാരന്മാർ പറയുന്നത് മദീനയുടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലായിരുന്നു ശത്രുക്കളുടെ സംഖ്യ.
അതിപ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ പുരുഷന്മാർ മാത്രമായിട്ട് പോകുന്ന അതിന് കഴിയുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മദീനയുടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലായിരുന്നു അഹ്സാബ് യുദ്ധത്തിന് ഒരുങ്ങിക്കൂടിയ ആളുകളുടെ സംഘം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായിട്ട് കൂടിയാലോചിച്ച് എന്ത് ചെയ്യും. അങ്ങനെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നമുക്കൊരു കിടങ്ങ് കുഴിച്ച് അവർക്ക് എത്താനുള്ള മാർഗം തടയാം എന്ന നിലയ്ക്കെല്ലാം തീരുമാനിക്കുകയും കിടങ്ങ് കുഴിക്കുകയും അതിനപ്പുറത്ത് അബൂ സുഫിയാനും കൂട്ടരും എല്ലാം കിടങ്ങിന്റെ അപ്പുറത്ത് എത്ര ദിവസമാണെന്ന് ഓർമ്മയില്ല, കുറച്ച് ദിവസം തങ്ങുകയും ടെന്റ് കെട്ടി തങ്ങുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. അതേസമയം മദീനയിൽ ധാരാളം കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റിൽ കല്ല് കെട്ടിക്കൊണ്ട് അവിടെ കിടങ്ങ് കുഴിച്ച ചരിത്രമൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സൂറത്തുൽ അഹ്സാബിലെ ആയത്തുകൾ പറയുന്നത്. ഈ ആയത്തും പറയുന്നതാണ്. അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേലെ ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകൾ നിങ്ങൾ ആലോചിക്കണം. ഏത് നിഅമത്തായിക്കോട്ടെ, ആയത്ത് പ്രത്യേകമായി ഉദ്ദേശിച്ചാണെങ്കിലും പൊതുവായിട്ടുള്ള അർത്ഥത്തിലാണ്. എല്ലാ നിഅമത്തുകളും നമ്മൾ ശരിക്കും ആലോചിക്കണം. കാരണം അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ഒഴിവാക്കാൻ ഈ ഒരു ചിന്ത തന്നെ നമുക്ക് മതിയാകും. അള്ളാഹു നിഅമത്തുകൾ ഇവിടെ പ്രത്യേകം പറയാണ്, നിങ്ങൾ ആലോചിക്കണം. എന്താണത്? ഇദ് ജാഅത്കും ജുനൂദുൻ, നിങ്ങളുടെ നേരെ സൈന്യം വന്നപ്പോൾ, അഥവാ അഹ്സാബ് യുദ്ധത്തിന് ഈ കൂട്ടരെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് പുറത്തു നിന്നും അകത്തു നിന്ന് ബനൂ ഖുറൈള, ബനൂ നളീർ എന്നുള്ള ജൂതഗോത്രങ്ങൾ ചതിച്ച് അകത്തു നിന്നും മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വന്ന സമയം, അങ്ങനെ സൈന്യം വന്ന സന്ദർഭം, ഫർസൽനാ അലൈഹിം റീഹ, അവരുടെ നേരെ നാം ഒരു കാറ്റിനെ അയച്ചു, വജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു സൈന്യത്തെയും നാം അയച്ചിട്ടുണ്ട്, വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു നോക്കിക്കാണുന്നവനായിരുന്നു. കാരണം ആ യുദ്ധത്തിന് ഈ ആളുകൾ ഒരുമിച്ച് വന്ന സന്ദർഭത്തിൽ ശരിക്കും മുസ്ലിമീങ്ങൾ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഒന്ന് ഭക്ഷണമില്ല, ജീവൻ നിലനിർത്താനുള്ള സൗകര്യം തന്നെ ഇല്ല, ആയുധങ്ങൾ കുറവ്, ആ രീതിയിലുള്ള സമയത്താണ് ഇവർ വരുന്നത്. അപ്പൊ അത്രയും ആളുകൾ ഒരുമിച്ച് ആക്രമിക്കാൻ വരിക എന്ന് കേട്ടപ്പോൾ തന്നെ അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറയാണ്, ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും, മദീനയുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. വഇദ് സാഗത്തിൽ അബ്സാർ, കണ്ണുകൾ തെറ്റിപ്പോയി പേടി കൊണ്ട്, വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, പേടി കാരണത്താൽ നിങ്ങളുടെ കൽബുകൾ തൊണ്ടയിൽ എത്തുന്ന അവസ്ഥയുണ്ടായി. കാരണം പേടിയുടെ ഒരു ആഴം അറിയിക്കുകയാണ്. വതബുന്നൂന ബില്ലാഹി ദുനൂന, നിങ്ങൾ ചിന്തിച്ചു പോയി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ, അഥവാ ഇതിന് രക്ഷ ഉണ്ടാവൂല, ഇതിലൂടെ നശിച്ചു പോകുമോ എന്ന് പേടിച്ചു പോകുന്ന ഒരു അവസ്ഥ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയും ഭയപ്പാടുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ അവരെ സഹായിച്ചെന്നറിയോ? കാരണം മുനാഫിഖീങ്ങളൊക്കെ തെറ്റിപ്പോയി. മുനാഫിഖുകൾ പറഞ്ഞു, നമ്മൾ പെട്ടുപോയി, ഇതെന്താണ് മുഹമ്മദ് എന്ത് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹന്തക്കിൽ കല്ല് പൊളിക്കുമ്പോൾ കിസ്റ കൈസർ കോട്ടകൾ കീഴടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒക്കെ കളവാണെന്ന് പറഞ്ഞ് മുനാഫിഖുകൾ ഒരു ഭാഗത്ത്, മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാത്ത സമയത്ത്. പക്ഷെ മുസ്ലിമീങ്ങൾ അവരെ ഈമാനും ഇസ്ലാമും തെളിയിച്ചു നിന്നുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എതിർഭാഗത്ത് ശത്രുക്കൾ തമ്പടിച്ച് നിൽക്കുമ്പോൾ അവർക്കെതിരെ ശക്തമായ കാറ്റയച്ച് അവരെ തമ്പുകൾ പാറിപ്പോകുന്ന അവസ്ഥയിലും അവരെ ഉള്ളിൽ റുഅബ് ഇട്ട് കൊടുത്തു. റുഅബ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ കുറിച്ച് ശത്രുക്കളുടെ ഖൽബിൽ അള്ളാഹു ഇട്ട് കൊടുക്കുന്ന ഭയമാണ്. മുസ്ലിമീങ്ങൾ എത്രത്തോളം ഈമാനിൽ ശക്തമായി നിൽക്കുന്നുവോ, അള്ളാഹുവിനനുസരിക്കുന്നുവോ, അതിനനുസരിച്ച് കുഫാറുകളുടെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള കാര്യമാണ് ആ റുഅബ് ഇട്ട് കൊടുക്കുന്നുള്ളത്. മുസ്ലിമീങ്ങൾ ദീനിന് തെറ്റിപ്പോയോ ആ റുഅബ് അവരിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. അപ്പൊ ആ പേടി അവരിൽ ഇട്ടുകൊടുത്തു. പിന്നെ കാണാത്ത സൈന്യങ്ങൾ, അത് മലക്കുകളായിരിക്കാം, ബദറിലെ പോലെ, അങ്ങനെ അയച്ച് അവർ പേടിച്ച്, ആ സൈന്യം മൊത്തം പേടിച്ച് പിന്മാറി ഓടിപ്പോകുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്താണ്. അത് നിങ്ങൾ ആലോചിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പാലിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചരിത്രമാണ് അഹ്സാബ് യുദ്ധം എന്നുള്ളത്. കാരണം നമ്മുടെ ദീനിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികൾ നിൽക്കുമ്പോൾ, സഹാബികളെ സൈന്യത്തെ കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ തന്നെ പറയുന്നുണ്ട്, ഫലമ്മാ റഅഉൽ മുഅ്മിനൂന അഹ്സാബ, എന്താ തുടക്കം എന്നല്ലേ, ഖാലു ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖ അല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ. അവരെ ഈമാനും തസ്ലീമും വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം ശത്രുക്കൾ വന്നപ്പോൾ മുനാഫിഖീങ്ങൾ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞതൊക്കെ കളവാണ്, കിസ്റ കൈസർ കൊട്ടാരം ഇതൊക്കെ കളവാണെന്ന് പറഞ്ഞിട്ട് കളവാക്കി.
പക്ഷെ മുഅ്മിനീങ്ങൾ പറഞ്ഞു അള്ളാഹ് റസൂൽ ഇത് പറഞ്ഞതാണ്, ശത്രുക്കൾ ഇങ്ങനെ വരും എന്നുള്ളത്. അള്ളാഹ് റസൂലും പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഈമാനും ഇസ്ലാമും വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അത് വർദ്ധിച്ചുകൊണ്ട് തന്നെ അള്ളാഹു യുദ്ധം ആവശ്യമില്ലാത്ത രീതിയിൽ, ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ ശത്രുക്കൾ ആട്ടി ഓടിച്ചിട്ടുണ്ട്. ഇപ്പൊ ജീവിതത്തിലൊക്കെ അള്ളാഹു തആല നമ്മൾ ചില പരീക്ഷണങ്ങളിൽ ഓരോ ഘട്ടത്തിൽ കൊണ്ടുപോയി നിർത്തും. അവിടെ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മൾ അള്ളാഹിനെ അനുസരിക്കുന്നവരാണ്, അള്ളാഹുള്ള വിശ്വാസം പൂർത്തീകരിക്കുന്നവരാണ് എന്നാണ്. അത് തെളിയിക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം വന്നെത്തുക. എത്രയോ ചരിത്രങ്ങൾ ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കുന്നുണ്ട്. അഹ്സാബ് യുദ്ധത്തിലും അങ്ങനെയാണ്. അത് അള്ളാഹുവിന്റെ നിഅമത്താണ്, അത് നിങ്ങൾ ഓർക്കണം എന്ന് മുസ്ലിമീങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ വിളിച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രമൊക്കെ സഹിയായിട്ടുള്ള ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിക്കണം. അല്ലെങ്കിൽ സൂറത്തുൽ അഹ്സാബിന്റെ നല്ലൊരു തഫ്സീർ വായിച്ചു നോക്കിയാൽ തന്നെ ആ ചരിത്രം ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറയുടെ ദർസുകൾ നമ്മുടെ ഉസ്താദുമാരുടെ അടുത്തൊക്കെ കേട്ടാൽ അഹ്സാബ് യുദ്ധം ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചരിത്രമാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ തന്നെ 41-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, ധാരാളമായി ഓർക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് ദീനിൽ നിയമമാക്കിയിട്ടുള്ള എല്ലാ ഇബാദത്തുകളും എല്ലാ അഅ്മാലുകളും അതിൻ്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കലാണ്. അള്ളാഹുവിനെ ഓർക്കലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുസ്സാഇമീന അഅ്ളമു അജ്റൻ, അല്ലെങ്കിൽ അയ്യുൽ മുജാഹിദി അഅ്ളമു അജ്റൻ, ഏത് നോമ്പുകാരനാണ് ഏറ്റവും പ്രതിഫലമുള്ളത്, ഏത് ജിഹാദ് ചെയ്യുന്നവനാണ്, ഏത് നിസ്കാരക്കാരനാണ് ഒക്കെ ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴൊക്കെ മറുപടി പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, അതിലാരാണോ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അവനാണ് എന്ന് പറഞ്ഞു. അവനാണെന്ന് പറഞ്ഞു. കാരണം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് നിലനിർത്താനാണ് എല്ലാ ഇബാദത്തും. നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, തവാഫ്, അതുപോലെ തന്നെ സഅയ്, ജംറയിൽ കല്ലെറിയൽ, ഇതൊക്കെ പ്രത്യേകം ഇഖാമത്ത് ദിക്രില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഇബാദത്തുകൾ വെച്ചിട്ടുള്ളത്. വെറുതെ ബാഹ്യമായി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇതിൽ അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാവണം. അതിനു പുറമെ രാവിലെയുള്ള അദ്കാറുകൾ, വൈകുന്നേരമുള്ള അദ്കാറുകൾ, നിസ്കാരത്തിന് ശേഷമുള്ളത്, കിടന്നുറങ്ങുമ്പോഴുള്ളത്, അതല്ലാതെ പൊതുവായിട്ടുള്ള തസ്ബീഹ്, തഹ്മീദ്, തഹ്ലീൽ, തക്ബീർ, ഹൗഖല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ, അള്ളാഹുവിനെ ഓർക്കുന്ന ഈ കാര്യങ്ങൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം നാളെ പരലോകത്ത് ഒരു വ്യക്തി അവൻ ഖേദിക്കും. അള്ളാഹുവിനെ ഓർക്കാത്ത നിമിഷങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു പോയല്ലോ എന്നാലോചിച്ച് അവൻ ഖേദിക്കും. ഇനി ഓർക്കുന്നതിൻ്റെ ഫضലുകളോ ദിക്റിന്റെ ഫضലുകളോ ധാരാളമാണ്. അത് കൂടുതൽ സൽക്കർമ്മങ്ങൾക്ക് നമുക്ക് പ്രേരണയേകും. അത് നമുക്ക് എളുപ്പമാക്കും. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരും. അള്ളാഹുവിനെ അറിയാൻ സാധിക്കും. ഹറാമായ സംസാരങ്ങളിൽ നിന്ന് നാവിന് സുരക്ഷിതമേകും. സ്വർഗത്തിൽ ചെടികൾ നടും. ഓരോ തസ്ബീഹും ഓരോ തഹ്മീദും സ്വർഗത്തിൽ ചെടികൾ നടുന്നതാണ്. അങ്ങനെ ധാരാളം മഹത്വം ദിക്റുകൾക്കുണ്ട്. അപ്പൊ അള്ളാഹു തആല പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഇപ്പോൾ പൊതുവായിട്ട് പറയുന്നൊരു കാര്യം, മൻ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റ, ഒരാൾ ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവനെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കുക, അവരെ പറ്റിയായിരിക്കും കൂടുതൽ അവൻ സംസാരിക്കുക. നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കണം. നമുക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ഏറ്റവും കൂടുതൽ നമ്മൾ ആരാണോ ഓർക്കുന്നത്, ആരെ പറ്റിയാണോ പറയുന്നത്, അവനാണ് നമുക്ക്, അല്ലെങ്കിൽ അവരാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ അള്ളാഹു ആയിരിക്കണം ആ സ്ഥാനത്ത് നമുക്ക് ഉണ്ടാവേണ്ടത്. ഏത് സമയത്തും നമ്മുടെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ച്, ആരാണ് നമ്മുടെ കൽബ് പിടിപ്പിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് കൽബ് പിടിക്കുന്നത്, ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത്, അവനെ കുറിച്ച് ഓർക്കാതെ എങ്ങനെയാണ്? അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ദീനിന്റെ എല്ലാ കർമ്മങ്ങളുടെയും കാമ്പ്, അതിന്റെ ലക്ഷ്യം, അതിന്റെ റൂഹ എന്ന് പറയുന്നത്. അപ്പൊ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം, നോമ്പ് വെൽക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം, സ്വതക്ക കൊടുക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം. അല്ലാതെയുള്ള ദിക്റുകളിൽ നാവുകൊണ്ട് മാത്രമല്ല കൽബ് കൊണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് നിലനിർത്തണം. അത് ധാരാളമായിരിക്കും. ദിക്റൻ കസീറ, അതിനൊരു കുറവും വരുത്തേണ്ട ആവശ്യമില്ല. ഇത്ര മതി എന്നുള്ളതല്ല, അത് എത്ര കൂടിയാലും അതിനൊരു കുറവും വരാൻ പോകുന്നില്ല. കാരണം നാളെ സ്വർഗത്തിൽ മുന്നിടുന്ന ആളുകൾ അള്ളാഹുവിന് ധാരാളമായി ദിക്റ് ചെയ്യുന്നവരാണ്. അതിന്റെ ഫضലുകൾ ധാരാളമുണ്ട്, ധാരാളം. നമ്മളൊരു ദർസിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അൽ വാബിലുസ് സയ്യിബ് എന്നുള്ള കിതാബ് തന്നെ അത് നിത്യജീവിതത്തിലുള്ള അദ്കാറുകൾ പറയുന്നുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്ത് മുഴുവൻ ദിക്റിന്റെ ഫضലാണ്. 73 ചില നമ്മളോട് ഒരു ദർസിൽ പറയുകയുണ്ടായി. അത്രത്തോളം മഹത്വം ദിക്റുകൾക്കുണ്ട്. അത് നമ്മുടെ ഇബാദത്തുകൾക്ക് നിർബന്ധമായി ഉണ്ടാകേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ആ ഇബാദത്തുകൾ പരിപൂർണമാവുകയുള്ളൂ. അതല്ലാതെയും അള്ളാഹുവിനെ കുറിച്ച് ധാരാളം
ഓർക്കാൻ, നാവ് കൊണ്ടും കൽബ് കൊണ്ടുമെല്ലാം ഓർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു തആല അവനെ ഓർക്കുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് ആരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 49-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراحا جميلا. ഈ ആയത്തിൽ ത്വലാഖുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മസ്അലയാണ് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ത്വലാഖ് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം, അഥവാ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ സ്ത്രീയെ ആ ഒരു കരാറിൽ നിന്ന്, വിവാഹത്തിൻ്റെ കരാറിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം മസ്അലകൾ ഫിഖ്ഹിയായ കിതാബുകളിൽ നിക്കാഹുമായി ബന്ധപ്പെട്ടും തലാഖുമായി ബന്ധപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചർച്ച ചെയ്യാനും ഉണ്ട്. ഈ ആയത്തിൽ പറയുന്ന വിഷയം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് തുമ്മ ത്വല്ലഖ്തുമൂഹുൻ, നിങ്ങൾ മുഅ്മിനാത്തുകളെ, മുഅ്മിനത്തായ സ്ത്രീയെ വിവാഹം കഴിക്കുകയും പിന്നീട് അവരെ ത്വലാഖ് ചെയ്യുകയുമാണ് എങ്കിൽ, മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ, അവരെ നിങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പ്. ഇവിടെ സ്പർശിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവരെ നിങ്ങൾ നിക്കാഹ് ചെയ്തതിന് ശേഷം ത്വലാഖ് ചെയ്യുകയാണ് എങ്കിൽ, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ശാരീരികമായിട്ടുള്ള ബന്ധമൊന്നും നടന്നിട്ടില്ല, അങ്ങനെ നിങ്ങൾ അതിനു മുമ്പ് ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ, ഫമാ ലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹാ, ആ സ്ത്രീകളുടെ മേലെ അവർ ഇദ്ദ ഇരിക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ ഭർത്താവ് ആ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ 3 അശുദ്ധികാലം ചെയ്യുന്ന സമയമനുസരിച്ച് ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാലും 3 ഖുറു അവരുടെ ഹൈദിൻ്റെ കാലഘട്ടത്തിൽ, ചുരുക്കം പറഞ്ഞാൽ 3 മാസം, അല്ലെങ്കിൽ ചില കണക്കുകൾ ചില രീതിയിൽ വ്യത്യാസപ്പെടുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഏതെങ്കിലും കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാം. 3 മാസക്കാലം ഇദ്ദയിരിക്കണം. ഇനി മരണപ്പെടുകയാണെങ്കിൽ 4 മാസവും 10 ദിവസവും എന്തു ചെയ്യണം, ഇദ്ദയിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെയാണ് ആ സ്ത്രീയുടെ ഇദ്ദാ കാലഘട്ടം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും അതിൻ്റെ ഉദ്ദേശം ആ സ്ത്രീ ആദ്യ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥയില്ല എന്നുള്ളത് ഒഴിവായി പൂർണ്ണമായി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു പ്രധാന ഉദ്ദേശം. അത് മാത്രമല്ല, അതിന് പിന്നിൽ ധാരാളം ഹിക്മത്തുകൾ ഉണ്ട്. പക്ഷേ ഒരു വിവാഹം കഴിഞ്ഞ് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ, അതിനു മുമ്പ് ത്വലാഖ് ചെയ്യുകയാണ് എങ്കിൽ, ആ സ്ത്രീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇദ്ദ ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു കല്യാണം കഴിഞ്ഞു, പിന്നെ ഉടനെ തന്നെ ത്വലാഖ് ചെയ്തു എങ്കിൽ ഉടനെ തന്നെ ആ സ്ത്രീക്ക് വേറെ വിവാഹം കഴിക്കാവുന്നതാണ്. അതിന് യാതൊരു തെറ്റില്ല, ഇദ്ദ ആവശ്യമില്ല. ഫമത്തിഉഹുന്ന വസദ്ദിഹുഹുന്ന സറാഹൻ ജമീല. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അവർക്ക് നിങ്ങൾ, അഥവാ പുരുഷന്മാരോട് പറയാണ്, ആ സ്ത്രീകൾക്ക് നിങ്ങൾ മത്താ നൽകണം, അഥവാ ജീവിത വിഭവം നൽകണം. വസദ്ദിഹുഹുന്ന, അവരെ മോചിപ്പിക്കേണ്ടത് സറാഹൻ ജമീല, നല്ല രീതിയിലായിരിക്കണം, ഭംഗിയോടുകൂടിയായിരിക്കണം, ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹക്കുകൾ നൽകാതെയോ അല്ല. പിന്നെ മത്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും വിവാഹമോചനം എന്നുള്ളത് അത്ര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആയിക്കോളുന്നില്ല. മാനസികമായിട്ടെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും. അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കുറഞ്ഞ അളവിലുള്ള, കുറഞ്ഞ കാലത്തേക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, അത് സമ്പത്തുള്ള ധനികനായിട്ടുള്ള ആൾ അതിൻ്റെ അനുസരിച്ച്, ഞെരുങ്ങിയ ആൾ അതിനനുസരിച്ച് മത്താ ആ സ്ത്രീക്ക് നൽകേണ്ടതുണ്ട് എന്ന് പറയാണ്. നല്ല രീതിയിലായിരിക്കണം ഒഴിവാക്കേണ്ടത്, ഉപദ്രവിച്ചുകൊണ്ടോ മറ്റൊന്നും ആകരുത്. നല്ല രീതിയിൽ ഒഴിവാക്കണം. മത്താ ആയിട്ട് എന്തെങ്കിലും നൽകുകയും വേണം. അത് കൃത്യമായി ഇന്നത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മാന്യമായ നിലക്കുള്ള ഓരോ നാടിൻ്റെയും ആ വ്യക്തിയുടെ വരുമാനത്തിൻ്റെയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അത് നൽകേണ്ടത്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ആ നിക്കാഹിന് ആ സ്ത്രീയുടെ മഹർ അത് നിശ്ചയിച്ചിട്ടുള്ള ഒരു മഹർ അവിടെ ഉണ്ട് എങ്കിൽ അതിൻ്റെ പകുതി ഭർത്താവ് അഥവാ ആ പുരുഷൻ കൊടുത്താൽ മതിയാകും. അതിൻ്റെ മഹർ എത്രയാണോ നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ പകുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മത്താ നൽകേണ്ട ആവശ്യമില്ല. പിന്നെ പുരുഷനും സ്ത്രീക്കും പരസ്പരം തൃപ്തിയോടുകൂടി, സ്ത്രീക്ക് വേണമെങ്കിൽ മുഴുവൻ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ പുരുഷന് വേണമെങ്കിൽ മുഴുവൻ മഹർ തിരിച്ചു കൊടുക്കാൻ ഒക്കെ അതിനൊക്കെ അനുവാദമുണ്ട്. അത് സൂറത്തുൽ ബഖറയിലെ ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ മഹർ നിശ്ചയിച്ചതാണെങ്കിൽ മഹറിന്റെ പകുതി പുരുഷൻ സ്ത്രീക്ക് നൽകിയാൽ മതി, പിന്നെ ഒരു മത്തായ നൽകേണ്ട ആവശ്യമില്ല എന്നും സൂറത്തുൽ ബഖറയുടെ ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ത്വലാഖ് ചെയ്യുകയാണ് എങ്കിൽ
എന്താവശ്യമില്ല, സ്ത്രീ എത്തിയിരിക്കേണ്ട ആവശ്യമില്ല. മത്താ ആയിക്കൊണ്ട് എന്തെങ്കിലും ആ സ്ത്രീക്ക് പുരുഷൻ നൽകേണ്ടതുമുണ്ട്. ഈ ആയത്തിൽ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, തലാഖ് എന്നുള്ളത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചിട്ടുള്ള അല്ലെങ്കിൽ മോശമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും ഇതിന്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന നിലയ്ക്കല്ല. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ത്വലാഖ് എന്നത് ഒരു തെറ്റാണ്, ഒരു പാപമാണ്. അതുമായി ബന്ധപ്പെട്ട് പല ദഈഫായ മൗദൂആയ ഹദീസുകളും ആളുകൾ പറയാറുണ്ട്. എന്നാൽ ത്വലാഖ് ശർഇൽ മശ്റൂആയിട്ടുള്ള അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും മനുഷ്യർ അതിനാവശ്യക്കാരുമാകും. എന്നാൽ അത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കപ്പെട്ട് അങ്ങനെ ചെയ്യണം എന്നല്ല അതിന്റെ ഉദ്ദേശം. പക്ഷെ അതൊരു അല്ലാഹു തആല ഒരിക്കലും ത്വലാഖ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ആക്ഷേപിക്കുകയോ ത്വലാഖ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ ആക്ഷേപിക്കുകയോ അവർക്ക് സ്ഥാനം കുറച്ച് കാണിക്കുകയോ അങ്ങനെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടില്ല. കാരണം ഇതിലെന്താ സാധാരണഗതിയിലാണ് പറഞ്ഞത്, സുമ്മ ത്വലഖ്തുമൂഹുന്ന, നിങ്ങൾ ത്വലാഖ് ചെയ്യുകയാണ് എങ്കിൽ പോലെ ധാരാളം ആയത്തുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ആയത്തിലുള്ള ഉദ്ദേശം അതാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ട ഒരു അദബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട അതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തദ്ഖുലു ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും, നിങ്ങൾ നബിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കരുത് നിങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടാലല്ലാതെ, ഇലാ തുആമിൻ, ഭക്ഷണത്തിലേക്ക്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ തന്റെ വീടുകളിലേക്ക് ഇതിലേക്കൊക്കെ ക്ഷണിക്കാറുണ്ട്, ഭക്ഷണമുണ്ട് എങ്കിൽ. പ്രത്യേകിച്ചും അഹ്ലു സുഫയിൽപ്പെട്ട മസ്ജിദ് നബവിയിൽ താമസമാക്കിയിട്ടുള്ള സഹാബികൾ അതല്ലാതെയും എല്ലാം വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അനുവാദമില്ലാതെ, വീടിന് പുറത്തു നിന്ന് അനുവാദം നൽകപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ അകത്ത് പ്രവേശിക്കരുത്. ഗൈറ നാദിരീന ഇനാഹു, നിങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ചെന്നു കഴിഞ്ഞാൽ ഭക്ഷണമായോ ഇല്ലേ എന്നുള്ള നിലക്ക് പാത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥയിലും നിങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അനുവാദമില്ലാതെ കയറരുത് എന്നുള്ളതും. രണ്ട്, പിന്നെ എന്താണോ അവിടെ ആവശ്യം അത്ര നേരം മാത്രമേ അവിടെ നിൽക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതും തുടർന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലു, എന്നാൽ നിങ്ങളെ ക്ഷണിച്ചാൽ, നിങ്ങളെ വിളിക്കപ്പെട്ടാൽ വീട്ടിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഫൈദാ തുഇംതും, അങ്ങനെ നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഫന്തശിറു, നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുക. വലാ മുസ്തഅനിസീന ലി ഹദീസിൻ, അവിടെ സംസാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇന്ന ദാലികും കാന യുഅ്ദി നബി ഫയസ്തഹി മിൻകും, തീർച്ചയായും നിങ്ങൾ അവിടെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാവട്ടെ ശേഷമാവട്ടെ, ആ ആവശ്യത്തിന് ശേഷവും അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിങ്ങനെ സമയം കളയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിലും അവിടുത്തെ കുടുംബവുമായി ഇടപഴകുന്നതിലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാത്തത് ലജ്ജ കാരണത്താലാണ്. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ നിന്ന് മാന്യന്മാരായിട്ടുള്ള ആളുകൾ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുക ഉണ്ടാവുകയില്ല. എന്നാൽ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ സംസാരിച്ചിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം ഈ ആയത്തിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്. അപ്പോ ഇതിൽ അള്ളാഹു പറയാണ്, വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹു ഹഖ് പറയുന്നതിൽ ഒരു ലജ്ജയും അള്ളാഹു കാണിക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതിൽ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക്, ഇത് പൊതുവായിട്ട് ഏതൊരു സന്ദർഭത്തിലും മുസ്ലിം മനസ്സിലാക്കേണ്ട ഒരു അദബാണ്. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിനോ മറ്റോ നമ്മെ ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നേരത്തെ തന്നെ കയറി ചെന്ന് ഭക്ഷണം ആയോ എന്ന നിലക്ക് നോക്കി നിൽക്കുന്നതും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ സംസാരിച്ചിരുന്ന് അവരുടെ കാര്യങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജിച്ചുകൊണ്ട് പറഞ്ഞില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വഹി ഇറക്കിയിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. ഇതൊരു നുബുവത്തിന് തെളിവായിട്ടുള്ള ആയത്ത് കൂടിയതാണ്. കാരണം ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ആവശ്യമില്ല, ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങി പറയേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിലുള്ള ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ ഖുർആനിന്റെ ആയത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ മര്യാദ കാണിക്കണം എന്ന് പറഞ്ഞു. അടുത്തൊരു കാര്യം ഈ ആയത്തിൽ പറയുന്നത്, വഇദാ സഅൽതുമൂഹുൻ മതാഅൻ,
ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരോട് എന്തെങ്കിലും ചോദിക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചോദിക്കേണ്ടി വരികയാണെങ്കിൽ ഫസ്അലൂഹുൻ മിൻ വറാഇ ഹിജാബിൻ, ഹിജാബിന്റെ മറക്കപ്പുറത്ത് നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. ഇത് എല്ലാ സ്ത്രീ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ദീന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും തഖ്വയുള്ള, ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ വിഷയത്തിൽ പോലും പ്രത്യേകിച്ച് അള്ളാഹു തആല ഇത് പറയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥയോ? എന്നിട്ട് പറയാണ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ, നിങ്ങളുടെ കൽബിനും അവരുടെ കൽബിനും, സ്ത്രീകളുടെ കൽബിനും പരിശുദ്ധമായിട്ടുള്ളത് അതാണ് എന്നത്. ഇപ്പൊ ഒരു സ്ത്രീയും പുരുഷനും അവർ അന്യ സ്ത്രീയും പുരുഷനും സ്വതന്ത്രമായി സംസാരിക്കുകയാണ്, ഇടപഴകുകയാണ് എങ്കിൽ തീർച്ചയായും അവിടെ ആ പുരുഷന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ആ സ്ത്രീ അപകടത്തിൽ വീഴാൻ പോകുന്ന കാരണങ്ങൾ, പിശാച് അതിന്റെ അകത്ത് ഇടപെടുന്നത്, ഇങ്ങനെ പലതും ഉണ്ടാകും. ഒരു അന്യ സ്ത്രീയും പുരുഷനും സംസാരിക്കുന്ന ഒരു സന്ദർഭം വരികയാണ് എങ്കിൽ അവിടെ മറക്കപ്പുറത്ത് നിന്നുകൊണ്ട്, ഒറ്റക്കാകുന്ന ഒരു സന്ദർഭമല്ല പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഘട്ടത്തിൽ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഹിജാബിനപ്പുറത്ത് നിന്നുകൊണ്ടായിരിക്കണം ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ചും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരോട് എന്തെങ്കിലും കാര്യം നിങ്ങൾ ചോദിക്കുകയോ സംസാരിക്കുകയാണെങ്കിൽ മറക്കപ്പുറത്തായിരിക്കണമെന്ന് അല്ലാഹു തആല പ്രത്യേകം കൽപ്പിക്കുകയാണ്. ഇത് മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ ഖൽബിന്റെ ആ ത്വഹാറത്ത്, ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അവർക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണത്. എന്നിട്ട് അള്ളാഹു പറയാണ്, വേറൊരു കാര്യം കൂടി പറയാണ്, വമാ കാന ലക്കും അൻ തുഅ്ദൂ റസൂലല്ലാഹ്, നിങ്ങൾ ഒരു തരത്തിലും അള്ളാഹുവിന്റെ റസൂലിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഉപദ്രവിക്കാൻ പാടില്ല. ആ റസൂലിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. വലാ അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അവിടുത്തെ പത്നിമാരെ നിങ്ങളിൽ ഒരാളും തന്നെ വിവാഹം കഴിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർ എന്ന് പറഞ്ഞാൽ ദുനിയാവിലും പരലോകത്തും സ്വർഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരാണ്. അതുകൊണ്ട് വേറൊരാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർ എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം വേറെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇന്നദാലിക്കും കാന ഇൻദല്ലാഹി അദീമ, അത് അല്ലാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില മര്യാദകൾ സ്വഹാബികളെ ഓർമ്മപ്പെടുത്തിയ ആയത്താണ് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്ത്. ഇതിൽ നമ്മൾ പാലിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അതാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കാണിക്കേണ്ട അദബുകൾ. അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ, എന്തെങ്കിലും ഹാജത്ത് ഉണ്ടെങ്കിൽ മാത്രം, എന്തെങ്കിലും ഒരു ഹാജത്ത്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ അവിടെ ഹാജത്തില്ല, എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ വരികയാണെങ്കിൽ ഹിജാബിനപ്പുറത്ത് നിന്നായിരിക്കണം അത് ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ല അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിക്കുകയോ വാങ്ങുകയോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്ന ആയത്തല്ല, അഥവാ ആയത്തിന്റെ തുടക്കത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നല്ല ആരംഭിക്കുന്നത്. എന്നാൽ മുഅ്മിനീങ്ങളോടുള്ള ഈ ഖിതാബ് വിളി ഉണ്ട് എന്ന് മാത്രം. ഈ ആയത്തിന്റെ തുടക്കം ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊരിയുന്നു. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു എന്നുള്ളതാണ്. ഇനി മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ദുആവും ഇസ്തിഗ്ഫാറും നടത്തുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, ഇത്രയും പറഞ്ഞതിന് ശേഷം പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ ആ നബിയുടെ മേലെ സ്വലാത്ത് ചൊരിയുകയും സലാം പറയുകയും ചെയ്യുക എന്ന് അല്ലാഹു തആല പറയാം. വളരെ അഫ്ളലായിട്ടുള്ള, അപ്പൊ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ഈ ദിക്റുകൾക്കെല്ലാം ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ളത് സ്വലാത്താണ്. പ്രത്യേകിച്ചും ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അത് സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഹദീസുകളിൽ ധാരാളമായി കാണാം. ഒരാളുടെ ദുആയിൽ എത്രത്തോളം സ്വലാത്ത് ചെല്ലുന്നുണ്ടോ അത്രത്തോളം ആ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതും അവന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഞെരുക്കങ്ങൾക്ക് തുറവിയാകുന്നതും
അതുപോലെ അവന്റെ ആവശ്യങ്ങൾക്ക് പകരമാകുന്നതും, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നതുമായിട്ടുള്ള കാര്യമാണ് സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ള ഇബ്രാഹിമി സ്വലാത്താണ്. സലാം പറയുക എന്നുള്ളത് സ്വലാത്ത് പോലെ തന്നെ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന നിലക്ക് പറയണം. ഇനി ചില ആളുകൾ ഇവിടുന്ന് ഉംറക്കോ ഹജ്ജിനോ അല്ലെങ്കിൽ മദീനത്തേക്കൊക്കെ പോകുന്ന ആളുകളുടെ അടുക്കൽ നബിയോട് എന്റെ സലാം പറയണം എന്ന് പറഞ്ഞു വിടുന്നത് കാണാം. ഇവിടുന്ന് സലാം പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ നിന്ന് സലാം പറഞ്ഞാലും രണ്ടും ഒരുപോലെയാണ്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാം പേരക്കുട്ടികളുടെ കാലത്തുണ്ടായതാണ്. ഒരാൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എപ്പോഴും ആ ഖബറിന്റെ അടുക്കൽ പോകുന്നത് കണ്ടു. പേരക്കുട്ടി ഒരാൾ വിളിച്ചു ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പോകുന്നത്? അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അന്തലൂസിലുള്ള ഒരാൾ അഥവാ സ്പെയിൻ ഭാഗത്തുള്ള ഒരാൾ അവിടെ നിന്ന് സലാം പറഞ്ഞാലും നീ ഇവിടുന്ന് സലാം പറഞ്ഞാലും ഒരുപോലെയാണ്, വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. സഹാബികൾ ദിവസവും രാവിലെ പോയിട്ട് നബി ഖബറിന്റെ അടുക്കൽ സലാം പറയുന്ന രീതി ഉണ്ടായിരുന്നില്ല. സഹാബികളും സലഫുകളും എല്ലാം യാത്ര കഴിഞ്ഞ് മദീനയിലെത്തിയാൽ, അല്ലെങ്കിൽ മദീനയ്ക്ക് വന്നാൽ ആദ്യം വന്ന സമയത്ത്, അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് പോയി തിരിച്ചു വരുന്ന സമയത്ത്, അപ്പോഴെല്ലാം ഖബറിന്റെ അടുക്കൽ പോയി സലാം പറയുന്ന രീതിയുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ഇവിടെ നിന്ന് പറഞ്ഞാലും ഖബറിന്റെ അടുക്കൽ നിന്ന് പറഞ്ഞാലും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് സലാം പറയാവുന്നതാണ്. അപ്പൊ ഈ രണ്ട് കാര്യം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇവിടെ മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു തആല പ്രത്യേകം അത് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ തന്നെ 69-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ നബി അലൈഹിസ്സലാമിനെ ബനൂ ഇസ്രായേലുകൾ ഉപദ്രവിച്ചതുപോലെ, ഇതിന് തൊട്ടുമുള്ള ആയത്തുകൾ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം പറയാം, ഉപദ്രവിച്ചതുപോലെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലൂ, അവർ പറഞ്ഞു പരത്തിയതിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട്. വകാന ഇൻദല്ലാഹി വജീഹ, മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനമുള്ള വ്യക്തിയാണ് എന്ന് പറയാം. ഇവിടെ പറയുന്ന വിഷയം, ഒന്നാമത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ബനു ഇസ്രായേലുകാർ പല രീതിയിൽ, ശത്രുക്കളല്ല മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ തന്നെയും പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. അതിൽ വലിയൊരു വിഭാഗം തന്നെ വളരെ അനുസരണക്കേട് കാണിക്കുന്ന, പലപ്പോഴും ഇപ്പോൾ മന്നയും സെൽവയും ഇറക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം പോരാ, ഇത് മാറ്റിത്തരണം, യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ നീയും നിന്റെ റബ്ബ് പോയി യുദ്ധം ചെയ്താൽ മതി, ഞങ്ങളൊന്നുമില്ല, അങ്ങനെ പല ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പല രീതിയിൽ അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് സ്വഹാബികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അത് ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്ക്. എന്നിട്ട് പറയാണ്, ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലൂ, അവർ പറഞ്ഞതിനെ തൊട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂസാ നബി അലൈഹി ഇസ്ലാം വളരെ ലജ്ജയുള്ള ഒരു വ്യക്തിയായിരുന്നു. ശരീരത്തിന്റെ ഒരു ഭാഗവും പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വസ്ത്രം ധരിക്കുമ്പോഴെല്ലാം കൈപ്പത്തി മാത്രം പുറത്ത് കാണുന്ന, പൂർണ്ണമായി മറക്കുന്ന രീതിയിലാണ് അദ്ദേഹം വസ്ത്രം ധരിച്ചിരുന്നത്. അപ്പോൾ ആളുകൾക്കിടയിൽ അവർ പറഞ്ഞു വരുത്തിയിരുന്ന കാര്യം, ശരീരത്തിൽ വെള്ളപ്പാണ്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് മറച്ചു കിടക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ദുർബലതകളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നെല്ലാം ആളുകൾ പറഞ്ഞു വരുത്തിയിരുന്നു. അങ്ങനൊരു സന്ദർഭത്തിൽ ഇത് ഒഴിവാക്കി കൊടുക്കാൻ, ഫബറഹുല്ലാ, അള്ളാഹ് ഒഴിവാക്കി കൊടുത്തത്, മൂസാ നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ ഒരു സ്ഥലത്ത് കുളിക്കാൻ വേണ്ടി, ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് കുളിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ വസ്ത്രമെല്ലാം ഒരു കല്ലിന്മേൽ ഊരി വെച്ചപ്പോൾ ആ കല്ല് സഞ്ചരിക്കുകയും ആ വസ്ത്രം എടുക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം അതിന് പിന്നാലെ പോകുന്ന സമയത്ത് ആളുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരം കാണുകയും ഒരു കുഴപ്പവുമില്ല, ഒരു ന്യൂനതയുമില്ല, വെള്ളപ്പാണ്ടുമില്ല, ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലൂ, അവർ പറഞ്ഞതിനെ തൊട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വകാന ഇൻദല്ലാഹി വജീഹ, അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുള്ള ആളാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. കലീമുല്ലാ എന്നുള്ള സ്ഥാനപ്പേരുള്ള, അള്ളാഹു സംസാരിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിശ്വാസികളായ ആളുകളുമായിട്ട് വരുന്ന നബിയുമാണ് മൂസാ നബി അലൈഹി ഇസ്ലാം എന്നുള്ളത്. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേകം സ്ഥാനമുണ്ട് എന്നും ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു തരത്തിലും ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല എന്ന് മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തലാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.